എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ക്രിസ്തു യേശുവിൽ ഞാൻ നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ രോഗിയല്ല, ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. ഞാൻ സമൃദ്ധി അനുഭവിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ഞാൻ വാരി വിതറി ദരിദ്രന് കൊടുക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പറയുവാനും ഇന്ന് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നല്ലോ. ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൂടി വരുമ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ എപ്പോഴും കഴിഞ്ഞ ദിവസം പ്രവചന ആലോചന നിമിത്തമുണ്ടായ ദൈവപ്രവൃത്തികൾ, ആ രോഗസൗഖ്യങ്ങളൊക്കെയും നമ്മുടെ ഇടയിൽ കർത്താവ് അസാധാരണമായി പ്രവർത്തിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു സാധാരണ വ്യക്തിയെപ്പോലെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. നിങ്ങളൊരു അസാധാരണ വ്യക്തിയാണ്. നിങ്ങളൊരു സൂപ്പർ നാച്ചുറൽ ഹ്യൂമനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നലെ നമുക്ക് പ്രാർത്ഥന മുന്നോട്ട് പോവാം. ഇന്നലെ കേട്ട വചന ചിന്ത എന്താണെന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താട്ടെ. എന്തിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചത്? ജയോത്സവമായി നമ്മളെ നടത്തുന്ന ഞാൻ വചനമല്ല ചോദിക്കുന്നത്, വചനചിന്ത. വചനം പറയുമ്പോൾ ഭാവി കണ്ടുകൊണ്ട് അത് തന്നെ, അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ഭാവിയെ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്. വചനം പറഞ്ഞ് നമ്മുടെ ഭാവിയെ നമ്മൾ നിർമ്മിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഈ പഴയ നിയമം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം, പുതിയ നിയമം വന്നതിന് ശേഷം നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളെ ക്രിസ്തുവേശുവിൻ എന്നെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നു. പുതിയ ഉടമ്പടി, പുതിയ നിയമം എന്നൊക്കെ പറയുന്നത് ഇനി പഴയത് കഴിഞ്ഞു പോയി. എൻ്റെ അർത്ഥം നമ്മളിനി പഴയ നിയമവിശ്വാസിയല്ല, പുതിയ നിയമവിശ്വാസി. പിന്നെ എന്തിനാണ് പഴയ നിയമം ബൈബിളിൽ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുവാൻ വേണ്ടിയാണ്, ഫോളോ ചെയ്യാനല്ല, പഠിക്കുവാൻ വേണ്ടിയാണ്. എന്തിനാണ് അത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുൻകാലങ്ങളിൽ ദൈവം എങ്ങനെയാണ് അവരെ നടത്തിയത്, എന്താണ് ദൈവം അവരുമായി ഇടപെട്ടത്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ, കാരണങ്ങളൊക്കെയും നമുക്ക് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് പഴയ നിയമപുസ്തകം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ക്രിസ്തുയേശുവിൽ ലഭിക്കപ്പെട്ട പുതിയ ഉടമ്പടിയാണ്, പുതിയ നിയമമാണ്. ആമേൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ കേട്ടു പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന പല മിസ്റ്ററീസ്, പല വാക്തത്വങ്ങളൊക്കെയും കിടക്കുന്നത് കൂടുതൽ നമുക്കറിയാം. പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ, ഈ പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് അനുഗ്രഹങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത്? പ്രത്യേകിച്ച് പഴയ നിയമം നിങ്ങൾ വായിക്കുന്ന സമയത്ത് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകൾ, ഭൗതിക നന്മകളെ ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുന്ന സമയത്ത് നിന്റെ കൊട്ടയും മാവ് തൊട്ടിയും അനുഗ്രഹിക്കപ്പെടുന്നീ, വയലിൽ അനുഗ്രഹിക്കപ്പെടുന്ന, നിന്റെ കൃഷിപോലും ഗർഭപോലും അനുഗ്രഹിക്കപ്പെടുന്നീ, എല്ലായിടത്തും അനുഗ്രഹം 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 എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭൗതിക നന്മകളെ കാണാൻ പറ്റുന്നത്? അതുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, ക്രിസ്തുയേശുവിലുള്ള വ്യക്തിക്ക് ഭൗതിക നന്മകളുടെ ആവശ്യമില്ല, നമ്മൾ ആത്മീയമായിട്ട് മാത്രം നോക്കിയാൽ മതി. കാരണം പുതിയ നിയമത്തിൽ ഒട്ടുമുക്കാലും സ്ഥലങ്ങളിൽ ഭൗതിക നന്മ എഴുതിയിട്ടില്ല. അതെന്താണെന്നറിയോ? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ഈ ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഈ ഭൗതിക നന്മകളുടെ ഒന്നും പുറകെ പോകരുത്, കാരണം ബൈബിളിൽ പുതിയ നിയമത്തിൽ ഭൗതിക നന്മയ്ക്ക് എതിരാന്ന് പറഞ്ഞ് കേൾക്കുന്ന ഏതെങ്കിലും പഠനം കേട്ടവരാരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ? ശരിയാണല്ലോ അവർ പറഞ്ഞത്, പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും അല്ലെങ്കിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് കൊണ്ട് ബാക്കിയുള്ളതെല്ലാം ചെറുതായതുകൊണ്ടാണ് അവരതിനെ ഫോക്കസ് ചെയ്യാത്തത്. ഏറ്റവും വലിയ ബ്ലെസ്സിങ്, സ്വർഗത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് ക്രിസ്തു. എബ്രായ ലേഖനം പറയുന്നു, സ്വർഗത്തേക്കാൾ ഉന്നതൻ.
അപ്പോൾ സ്വർഗമാണ് നമുക്ക് ഏറ്റവും വലിയ ഉന്നതമെങ്കിൽ സ്വർഗത്തേക്കാൾ വലിയ ക്രിസ്തുവിനെ കിട്ടിയതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് പിന്നീട് അനുഗ്രഹത്തെപ്പറ്റി എഴുതേണ്ട കാര്യമില്ല. പക്ഷെ ഒറ്റ വാക്കിൽ അവർ എഴുതി വെച്ചു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ. അതായത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങൾ എഴുതാത്തത്, ഭൗതിക നന്മകളെപ്പറ്റി എഴുതാത്തതിൻ്റെ മെയിൻ കാരണം ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടി. അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭൗതിക നന്മ വേണ്ടെന്നല്ലേ അർത്ഥം. ഇത് കിട്ടിയാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവകാശം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ വറിയിടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു കാറ് കിട്ടിയാൽ അയ്യോ എനിക്കിനി ടയർ കിട്ടുമോ, എനിക്കിനി സ്റ്റീറിങ് കിട്ടുമോ എന്നോർത്ത് ആരും വറിയിടാകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനേക്കാൾ ഉന്നതമായി ക്രിസ്തുവിനെ ലഭിച്ചത് കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ സകലതും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്നിരിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയവൻ അവരോട് സകലതും നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളൊക്കെയും. അപ്പോൾ പഴയ നിയമത്തിലാണ് കൂടുതൽ. നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിൽ അവൻ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതിനെ പറ്റിയുള്ളത് ആത്മീയമായിട്ട് വളരെ ആഴത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ അവരുടെ എക്സ്പീരിയൻസുകൾ ഭയങ്കര. അന്നത്തെ കാലഘട്ടത്തിൽ പഴയ നിയമം പോലെയല്ല. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാർ. നമ്മൾ ഫ്ലൈറ്റ് കയറി മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുന്നത് പോലെ അവർ സ്വർഗത്തിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാർ. ദൈവത്തിനടുക്കെ പോകുന്നു, ദൂതന്മാരെ കാണുന്നു, ദൂതന്മാരുമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് പത്രോസ് ലീഹായിനെ കാരാഗൃഹത്തിലേക്ക് അടക്കിയ സമയത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വാതിക്കെ വന്നുകൊണ്ട് പത്രോസ് ലീഹ അവിടുന്ന് പുറത്ത് വന്ന് മുട്ടുമ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരിയായ സ്ത്രീ വന്ന് പറഞ്ഞിട്ടുണ്ട്, പത്രോസ് വെളി നിൽക്കുന്നു പറയുമ്പോഴേക്കും കർത്താവിൻ്റെ മാതാവ് പറയുന്നൊരു വാക്കുണ്ട്, അത് പത്രോസിൻ്റെ ദൂതനായിരിക്കും നീ കണ്ടത്. കണ്ടോ? അപ്പോൾ അവിടെ ദൂതന്മാരെ കാണുന്ന നോക്കും വലിയ വിഷയമല്ല ആ കാലഘട്ടത്തിൽ. നമ്മളൊക്കെയാണ് ദൂതന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടി വിറയ്ക്കത്തില്ലേ? അവർ പറയുകയാണ് അത് പത്രോസിൻ്റെ ദൂതനായിരിക്കും. അതിൻ്റെ അർത്ഥം പത്രോസിൻ്റെ അതേ ഷേപ്പിലുള്ള ദൂതന്മാരുണ്ടായിരിക്കും ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് അത് പത്രോസ് ആയിരിക്കത്തില്ല, പത്രോസിൻ്റെ ദൂതനായിരിക്കും. അല്ല, ആ ബാല്യക്കാരി പറയുകയാണ്, അല്ല ഞാൻ പത്രോസിനെ കണ്ടു, അദ്ദേഹം വെളിയിൽ നിപ്പുണ്ട്. ഉടനെ പറയുകയാണ് അതവൻ്റെ ദൂതനായിരിക്കും നീ കണ്ടത്. കണ്ടോ? ആ അപ്പോസ്തല പ്രവൃത്തി 12:24 അപ്പോൾ അത് ദൂതനായിരിക്കും എന്നൊക്കെ പറയുമ്പം അപ്പോൾ അത്രത്തോളം ആ കാലഘട്ടം വളരെ ദൂതന്മാരുടെ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വന്ന സമയത്താണ് അതൊക്കെയും കുറഞ്ഞു പോയത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കും. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വിശ്വാസം കേൾക്കാനുള്ളതല്ല, വിശ്വാസം ഉപയോഗിക്കാനുള്ളതാണ്. എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് നമുക്കിപ്പോഴും പല ആൾക്കാരും പല പ്രശ്നങ്ങളും, ചിലർ പറയും കരഞ്ഞ് പ്രാർത്ഥിക്കുക, ചിലർ പറയും കരയാതെ പ്രാർത്ഥിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മ കൊണ്ടുവരുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭാവിയെ ബിൽഡ് ചെയ്യുക. നമ്മുടെ വചനം കൊണ്ട് വരാൻ പോകുന്ന ഭാവിയെ നമ്മൾ ബിൽഡ് ചെയ്യുക. ഞാൻ 1-2 വചനങ്ങൾ എടുത്തിട്ട് വേഗത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം എസെക്കിയേലിലെ പുസ്തകത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത്. ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് വേഗത്തിൽ വരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ എസെക്കിയേലിലെ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞൊരു വാക്ക് നമ്മൾ ഇന്നലെ എടുത്തായിരുന്നു. ആ വചനം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, യഹോവയെ ഈ അസ്ഥികൾ യഹോവ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അപ്പോൾ കഴിഞ്ഞ ദിവസം മുതലേ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ദർശനമാണ്, റിയൽ അല്ല, ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെ പറ്റിയാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ശ്വാസം വരുത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ശ്വാസം വന്നിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, വന്നിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകളും മാംസങ്ങളും പിടിപ്പിച്ച് നിങ്ങൾക്ക് ത്വക്ക് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെ ഞാൻ പ്രവചിച്ചു. ശ്രദ്ധിച്ചോണം, എന്നോട് കൽപ്പിച്ചതൊക്കെ ഞാൻ പ്രവചിച്ചു. നമ്മൾ 2 ദിവസമായിട്ട് ഈ ഒരു എസെക്കിയേൽ 37 ബന്ധപ്പെട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യറാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നേരെ ഇപ്പം 1 കൊരിന്ത്യർ 2 കൊരിന്ത്യറിൽ നിന്നാണ് നമ്മൾ നേരെ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 2 ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഞാൻ പ്രവചിച്ചു. അപ്പോൾ എന്താണ് എസെക്കിയേൽ പ്രവചിച്ചെന്ന് ആദ്യത്തെ ക്ലാസ്സിൽ കയറി ഓർക്കുന്നുണ്ട്? എന്തായിരിക്കും എസെക്കിയേൽ പ്രവചിച്ചത്? ക്ലിയർ ആയില്ല. യഹോവയുടെ വചനം കേൾപ്പി. നിങ്ങൾ തൊട്ടുമുടുത്ത വാക്യം നോക്കിയാൽ മതി, 4-ാമത്തെ വാക്യം നോക്കിയേ, ഈ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ.
ഈ അസ്ഥികൾ ജീവിച്ചു വരുമോ എന്ന ദർശനത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കർത്താവിന് അസ്ഥിയെ ചേർക്കാൻ പറ്റും, ജീവൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺട്രസ്റ്റ് എന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇത് സംഭവിച്ചിട്ടില്ല, പക്ഷേ പറയുകയാണ് അസ്ഥികളെ നോക്കി പ്രവചിക്കുക, അതായത് യഹോവയുടെ വചനം പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചോണം, അവിടെ ഇതുവരെയായിട്ടും സംഭവിക്കാത്തൊരു കാര്യത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ വചനത്തിന് കഴിയും. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നമുക്കറിയാം, ഉറങ്ങുന്ന വ്യക്തിയെ നമുക്ക് എണീപ്പിക്കാൻ പറ്റും, മരിച്ച വ്യക്തിയെ നമുക്ക് വിശ്വാസത്തിൽ എണീപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ അസ്ഥി കൂമ്പാരത്തിൻ്റെ അകത്തുനിന്നും ഒരു ജീവൻ ഉളവാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോർജിൻ്റെ അസ്ഥി ഏത്, ജോസഫിൻ്റെ അസ്ഥി ഏത്, ഇന്നയാളുടെ അസ്ഥിയെ തിരിച്ചറിയാൻ പറ്റാത്ത അസ്ഥി കൂമ്പാരത്തിൻ്റെ അകത്തു നിന്നും ഈ അസ്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രൂപം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഒരുവൻ പ്രവചിക്കുവാൻ തുടങ്ങിയാൽ, ഭാവിയിൽ പറയുവാൻ തുടങ്ങിയാൽ, ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിയെ പോലും തിരുത്തി കുറിക്കുവാൻ ശക്തിയുണ്ട്. ആമേൻ. ഞാൻ ഇനി നേരെ നമ്മൾ പലപ്പോഴും ഞാനിവിടെ പറയാറില്ല, നമ്മൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുന്ന നേരം ഞാൻ പറഞ്ഞിരുന്നു, ഈ യഹൂദൻ്റെ പല പ്രത്യേകതകൾ നമ്മൾ എടുക്കാറുണ്ട്. ദൈവത്തോട് പറ്റിയിരിക്കുന്ന യഹൂദനെ പറ്റി ഞാൻ പറയുന്നത്, അവന് നിങ്ങൾ പലപ്പോഴും പറയണം, ബ്രദറെ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ പല പ്രശ്നത്തിലാണ്, പല സാഹചര്യത്തിലാണ്, പല കുഴപ്പത്തിലാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലുള്ള മാനസികാവസ്ഥ. സത്യമാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ മാനസികാവസ്ഥയില്ല. ഈ കൂട്ടായ്മയുടെ ശക്തി ഞാൻ പറഞ്ഞു തരാം. ഈ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്ക് തളർന്നു പോകുമ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മയിലാണ് നിൽക്കുന്നതെങ്കിൽ, ആ കൂട്ടായ്മ നിങ്ങൾക്ക് വചനത്തിൻ്റെയോ പ്രാർത്ഥനയിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ബലം നൽകാത്തൊരു കൂട്ടായ്മയാണെങ്കിൽ, നിങ്ങളൊരു സാധാരണ വ്യക്തിയിലേക്ക് എന്ത് ചെയ്യും, ആ വ്യക്തിയെ പോലെ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. ഈ യഹൂദൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കൂട്ടായ്മയാണ്. ഇസ്രായേലിലൊക്കെ ജീവിക്കുന്നവരെന്നെ കേൾക്കുന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കറിയാൻ കഴിയും. അവർ മറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മളെപ്പോലെ വിവാഹം കഴിക്കാനോ അവരുമായിട്ട് ചേരാനോ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുവാനോ അവരെ ആഗ്രഹിക്കത്തില്ല. അവരവരുടെ ഒരു കൂട്ടമായിട്ട് എപ്പോഴും ജീവിക്കുവാൻ ആഗ്രഹിക്കും. അതുതന്നെയാണ് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ സംഭവിച്ചതുമൊക്കെ ഇതിലേക്ക് ചെറിയൊരു സ്പാർക്കൊക്കെ ഉണ്ടായത് അതൊക്കെ തന്നെയാണ്. ഇവർ മറ്റ് സമൂഹമായിട്ട് ഇടകലരത്തില്ല, പക്ഷേ ഇടകലർന്നില്ലെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം, ഒരു വ്യക്തി തളർന്നു പോയാൽ മറ്റു വ്യക്തി ഇവരെ എൻകറേജ് ചെയ്യിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു വ്യക്തി തളർന്നു പോയി കഴിഞ്ഞാൽ മറ്റു വ്യക്തികൾ എന്ത് ചെയ്യും, ആ വ്യക്തിയെ എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിപ്പം ഈ വചനം കേൾക്കുമ്പം ഞാൻ നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾ ദൈവത്താൽ സാക്ഷ്യമാകും. നിങ്ങൾ ചിലപ്പോൾ തളർന്നിരിക്കുന്ന വ്യക്തിക്ക് ആർക്കെങ്കിലും ആ വാക്കുകൾ കേൾക്കുമ്പം നിങ്ങൾക്കൊരു ബലം ഉണ്ടാകുന്നുണ്ടോ? ആമേൻ. അപ്പൊ ഈ ബലം നിങ്ങൾക്ക് ഈ ബലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബലം നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. ഞാനിപ്പോൾ തളർന്നിരിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ബ്രദറെ സാരമില്ല ബ്രദറെ, മരിച്ച വിഷയം പോലും കർത്താവ് അത്ഭുതമാക്കി മാറ്റുമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞാൽ, ആ ഒരൊറ്റ വാക്ക് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ യഹൂദൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവൻ ട്രെയിൻ ആകുന്നത് തന്നെ, ഇവനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, വീടിൻ്റെ മുമ്പിൽ ബോംബ് വീഴുമ്പോഴും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവൻ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഇവൻ്റെ കൂട്ടായ്മയും ദൈവത്തിൻ്റെ വാഗ്ദത്തവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതൊരു വ്യക്തി പറയുവാൻ തുടങ്ങിയാൽ അവൻ്റെ ഭാവിയിലേക്ക് ഈ വാക്യങ്ങൾ പൊക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടെന്ന് വിചാരിക്കട്ടെ. 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ആ 10 ലക്ഷം രൂപ എടുക്കാൻ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പലിശ നമുക്ക് ലഭിക്കും. ഇട്ടത് 10 ആണെങ്കിലും അതിൻ്റെ പലിശ നമുക്ക് ലഭിച്ചിട്ട് 10ൻ്റെ ഇരട്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എന്തായി മാറുന്നു? നിങ്ങൾക്കത് ബ്ലെസ്സിങ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിലേക്ക് അത് മാറുന്നു. ഇൻവെസ്റ്റ് ചെയ്തത് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇതേപോലെ തന്നെ വചനം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ ബ്ലെസ്സിങ്ങുകളെ കൊയ്തെടുക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വചനത്തെ വിത്തോട് ഉപമിക്കുന്നത്. ആമേൻ. ഇനി നമുക്ക് നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം നേരെ 32-ാം അധ്യായത്തിലേക്ക് ഞാൻ പോവാണേ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചു, പിതാവായ അബ്രഹാമിൻ്റെയും ദൈവവും പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവരെ, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്തു.
അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലാതെ ഈ യോർദാൻ കടന്നത് ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾക്കറിയും ഈ സാഹചര്യം. ഇദ്ദേഹം ലാബാന്റെ ഭവനത്തിൽ നിന്നും താൻ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു വരികയാണ്. താൻ ലാബാന്റെ ഭവനത്തിൽ നിന്നും താൻ തൻ്റെ തലമുറകളെയും ഭാര്യയൊക്കെ കൂട്ടിക്കൊണ്ട് താൻ ഇങ്ങനെ വരുന്ന സമയത്ത് തൻ്റെ സഹോദരൻ ഏശാവ് എന്ത് ചെയ്യുകയാണ്? തന്നെ നശിപ്പിക്കേണ്ടതിന് വഴിമധ്യേ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഭയങ്കര ഭയത്തിലാണ് നിൽക്കുന്നെങ്കിലും യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായുള്ളവരെ, നിന്റെ ദേശത്ത് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാ, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവ. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിച്ചോണം, ഈ ഒരു വാക്ക് 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ 2 ദിവസം നല്ല ഉദ്ദേശിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ യാക്കോബിന് ദൈവം ഓർപ്പിച്ചെങ്കിലും ഇത് യാക്കോബിനോട് ദൈവം സംസാരിച്ചത് ഇപ്പോഴല്ല. ഇതിന്റെ ഉറവിടം 28-ാം അധ്യായത്തിലാണ്. 28-ാം അധ്യായത്തിൽ അബ്രഹാം ഓടി തളർന്ന്, നമുക്കറിയാം, ഞാൻ ആ വാക്യം നിങ്ങൾ കാണുന്നുണ്ടോ? ഉൽപ്പത്തി 28:13 അതിനു മീതെ യഹോവ എന്നോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ദൈവമായ യഹോവയും ദൈവവും ഇസഹാക്കിന്റെയും ദൈവമായാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഉണർന്ന്, യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അറിഞ്ഞില്ല. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇത് യാക്കോബ് ഈ ഒരു വചനം കേൾക്കുന്ന സമയത്ത് 32-ാമത്തെ വാക്യത്തിൽ താൻ ഇത് ദൈവത്തിന് സന്നിധിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എത്രയോ വചനം കേട്ടതാ? 10 വർഷം മുമ്പ് കേട്ടൊരു വചനം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ? അയ്യോ ബ്രദർ, അന്ന് ഞാൻ കുറേ വാക്തത്വം കേട്ടതാ. ഏതാ വാക്തത്വം? അറിയത്തില്ല. പക്ഷെ ഈ 28-ാം അധ്യായം എന്ന് പറഞ്ഞാൽ യാക്കോബ് കല്യാണം കഴിച്ചിട്ടില്ല. യാക്കോബിന്റെ പ്രായം അവിടെ പറയുന്നില്ല. യാക്കോബ് തൻ്റെ വീട്ടിൽ നിന്ന് ഭയപ്പെട്ട് തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാൻ വേണ്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് താൻ തളർന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം ഒരു ദർശനം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഓർത്തോണം, ഞാൻ നിന്റെ സന്തതിക്കും നിന്റെ ഭൂമിയിലെ പൊടി പോലെ, വിവാഹം പോലും കഴിച്ചിട്ടില്ല, വിവാഹം പോലും കഴിക്കാത്ത സമയത്ത് പറയുകയാണ്, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും. എന്നാ അനുഗ്രഹം അത്! നമ്മളൊക്കെ ഇപ്പം അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ വലിയൊരു പ്രോമിസ് തുറക്കുന്ന സ്ഥലമാണ് 28-ാം അധ്യായം. ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കോട്ടയത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും ഇരിക്കുന്ന നിങ്ങളോട് വരെ പറയുന്ന ഒരു ഏറ്റവും വലിയ ഒറ്റ ആളോട് പറയുന്ന പ്രവചനമാണെന്ന് ഓർത്തേ, നിൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എത്ര വർഷം മുമ്പ് പഴക്കം ചെന്ന ഒരു വാക്തത്വമായത്. 15-ാമത്തെ വാക്യത്തിൽ പറയാം, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് ഞാൻ മടക്കി വരുത്തും. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യഹൂദിൽ നിന്ന് പഠിക്കേണ്ട ചില വാക്കുകൾ. ഇവരൊരു വാക്തത്വം കേട്ട് കഴിഞ്ഞാൽ ഇവരത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും ഇത് പ്രഖ്യാപിക്കും. എന്തൊരു മെനക്കേടാന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ബുദ്ധിമുട്ടാന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം പറഞ്ഞ സകല വാക്തത്വങ്ങളും മറക്കാതെ ഇവർ ഇതിനു വേണ്ടി പ്രത്യേക ഒരു സമയം വെക്കും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ യഹൂദന്റെ പ്രാർത്ഥന സിനഗോഗിൽ ആരംഭിക്കുന്നത് 3-ാം മണി നേരത്താണ്. അതിരാവിലെ 3 മണി നേരത്ത് സിനഗോഗിൽ യെരൂശലേം ദേവാലയത്തിൽ പ്രാർത്ഥന തുടങ്ങണമെങ്കിൽ അവൻ എത്ര രാവിലെ എണീക്കേണ്ടി വരും? അവൻ എത്രത്തോളം രാവിലെ എണീറ്റ് ആ സമയം മുതൽ അവൻ ആക്റ്റീവാണ്. അവൻ വാക്തത്വങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ ദൈവത്തിന്റെ പ്രവർത്തികളെ ദൈവം അവനോട് ചെയ്ത സകല പ്രോമിസുകളും ഇങ്ങനെയാ പറയുന്നത്. ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ പോകുന്നിടത്തൊക്കെയും എന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് അവൻ മടക്കി വരുത്തും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എൻ്റെ സന്തതി പൊടി പോലെ ആയിത്തീരും, ഞാൻ മുഖാന്തരം രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇവനോട് തന്നെ പ്രവചിച്ചുകൊണ്ടിരിക്കും. ഇത് വചനമാണ്, പക്ഷെ ഇത് പ്രവചനമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഇത് ഒരേ സമയം വചനവും ഒരേ സമയം പ്രവചനമാണെന്ന് പറ. ഇത് ഒരേ സമയം ഒരേ സമയം വചനവും ഒരേ സമയം പ്രവചനവുമാണ്. അതാണ് ബൈബിളിൽ എസെക്കിയേൽ പറഞ്ഞിരിക്കുന്നത്, നീ അസ്ഥികളെ നോക്കി പ്രവചിച്ച് പറയേണ്ട വചനം. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ ഭാവിയെ ബിൽഡ് ചെയ്യുകയാണ്.
നമ്മൾ പലപ്പോഴും ഞാൻ ചോട്ടെ, കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സഹോദരി പറയാനിടയായി തീർന്നു, തൻ്റെ സഹോദരിക്ക് രോഗമായിട്ടിരിക്കുമായിരുന്നു, എണീക്കാൻ വയ്യാത്ത രീതിയിൽ കിടപ്പ് രോഗത്തിലായിരുന്നു. പക്ഷേ ആ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നീ രോഗസൗഖ്യത്തിന് അവകാശിയാണ്, നിന്റെ രോഗം യേശു വഹിച്ചു, നീ സൗഖ്യത്തിന് അവകാശിയാണ് എന്ന് പറഞ്ഞ് ആ സഹോദരിയെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? കിടന്ന രോഗി എണീറ്റ് തന്നെ പോയി ടോയ്ലറ്റിൽ പോയി കുളിച്ചു വന്ന് ഒരു കുഴപ്പമില്ലാതെ നടക്കാൻ തുടങ്ങിയെന്ന് പറയാനുള്ളത്. എത്ര പേര് ഇന്നലെ ആ സാക്ഷ്യം കേട്ടു? നേരത്തെ ചാടിപ്പോർ കേൾക്കാൻ പറ്റി കാണത്തില്ല. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? ആ കേട്ടു, കണ്ടോ? അപ്പൊ ആ കിടപ്പ് രോഗിയായി കിടന്ന പെങ്ങളോട് സഹോദരി എന്തു പറഞ്ഞു? സൗഖ്യം നിന്റെ അവകാശമാണ്. ഇത് തന്നെയാണ് യഹൂദൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇസ്രായേലേ, നിന്റെ അവകാശമാണ്, നീ മുഖാന്തരം സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലെ, നിന്റെ അവകാശമാണ്. എന്താണ് നിന്റെ അവകാശം? നീ തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നീ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ഒരു അനുഗ്രഹമായി തീരും. ഇത് കേട്ടാണ് അവർ വളരുന്നത്. ഇത് നിന്റെ അവകാശമാണ്. നീ ദൈവത്തിന്റെ മകനാണോ? നീ ദൈവത്തിന്റെ ജനമാണോ? നീ ദൈവത്തിന്റെ കൂടെ ഉള്ളവനാണോ? നീ അവകാശി. ഇതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യാത്തത്? മറ്റുള്ള വ്യക്തികളുമായിട്ട് മിങ്കിൾ ചെയ്യാത്തത്. ഇവന്റെ ചിന്തയ്ക്കകത്ത് മൊത്തം ഇവൻ ദൈവത്തിന്റെ സ്വന്തമാണ്, ഇവൻ ദൈവത്തിന്റെ സ്വന്തം ആൾക്കാർ. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പോൾ പോലും യേശുക്രിസ്തുവിനെ പോലും എതിർത്ത് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തത്? കർത്താവിനെ പോലും അവർ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ വലിയ ആൾക്കാരാ. ഒരു കണക്കിന് അത് നെഗറ്റീവ് ആണെങ്കിലും മറുസ്ഥലത്ത് ഇത് പോസിറ്റീവാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ വാക്തത്വ സന്തതികളാണ്, വഴിപോക്കരല്ല, ഞങ്ങൾ അന്യരല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങൾക്ക് ഞങ്ങൾ അവകാശിയാണ്. അപ്പം ഈ അവകാശത്തിന് വേണ്ടിയാണ് ഇവർ ഈ പോരാടുന്നത് മുഴുവനും. ഈ യുദ്ധം മുഴുവൻ ചെയ്യുന്നതിൻ്റെ കാരണം ചുമ്മാ യുദ്ധം ചെയ്യുന്നതല്ല, ഇവൻ അവകാശങ്ങൾക്ക് വേണ്ടി അപ്പം അവൻ്റെ മൈൻഡ് സെറ്റപ്പിൽ എത്രത്തോളം ഇത് ഇഞ്ചക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആശയപരമായിട്ട് പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ യുദ്ധങ്ങൾക്കെല്ലാം എതിരെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇതെല്ലാം ബൈബിൾ പ്രകാരം നടക്കേണ്ടതാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ലോകത്തിൽ ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഇതിനൊന്നും. നമുക്കിത് മാറിപ്പോകത്തില്ല. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇതെല്ലാം പ്രവചനങ്ങളാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും. ഇത് വചനപ്രകാരം സംഭവിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിലും ഇത് സംഭവിക്കും. അപ്പം ഇവൻ അവകാശത്തിന് വേണ്ടി പോരാടുക. ഇവൻ തൻ്റെ ഭാവി നിർമ്മിച്ചെടുക്കുക. ഒന്നാലോചിച്ച് നോക്കി, 28-ാം അധ്യായത്തിൻ്റെ അകത്ത് കല്യാണം കഴിക്കാത്ത പ്രായത്തിൽ, ചെറുപ്രായം, എനിക്കറിയത്തില്ല ഏജ്, പക്ഷേ അവിടെ യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, യാക്കോബ് കേട്ട വാക്കുണ്ട്, നീ എന്നിട്ട് പറയാണ്, അവൻ ഭയപ്പെട്ട് ഈ സ്ഥലത്ത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പം 28-ാം അധ്യായത്തിൽ നിന്ന് നേരെ 28-ാം അധ്യായമാണ് നമ്മൾ നോക്കിയേ. 28-ാം അധ്യായമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത്. നോക്കിയേ 28. ഇനി ഇവിടെ നേരെ 32-ാം അധ്യായം എന്ന് പറയുമ്പോൾ 28, 29, 30, 31 4 അധ്യായമേ ഉള്ളൂ. പക്ഷേ ഈ 4 അധ്യായത്തിന് ഇദ്ദേഹത്തിന്റെ നല്ല പ്രായം മുഴുവൻ കഴിഞ്ഞു. ചെറുപ്രായത്തിൽ താൻ ഈ പ്രോമിസ് കേട്ടു, വിവാഹം കഴിച്ചിട്ടില്ല, പിള്ളേരുണ്ടായിട്ടില്ല. അതിനുശേഷം താൻ വിവാഹം കഴിച്ചു. താൻ ലാബാൻ എന്ന് പറയുന്ന തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടുന്ന് തനിക്കുണ്ടായതെല്ലാം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇത് വചനം വായിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം താൻ തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോകും. അപ്പോൾ ദൈവം പിന്നെ ഓർപ്പിക്കുകയാണ്, നിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോഴാണ് വഴിമധ്യേ താൻ അറിഞ്ഞത് തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാൻ വേണ്ടിയിരിക്കും. ഇതൊന്ന് കേട്ടപ്പോൾ താൻ ഭയപരവശനായി. ടെൻഷൻ വരും, നമുക്കും ഭയം വരും, ഭാരം വരും, ടെൻഷൻ വരും. യാക്കോബിന് വരെ ടെൻഷൻ വന്നു. ദൈവം സംസാരിക്കുന്ന, ദൈവം ഇടപെടുന്ന, ദൈവത്തെ കണ്ട, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന യാക്കോബ് പോലും ഭയപ്പെട്ടു. പക്ഷെ ഭയപ്പെട്ടെങ്കിലും ആ ഭയത്തെ പിടിച്ചടക്കി പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചു. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയും യാക്കോബിൻ്റെ പ്രാർത്ഥന വ്യത്യാസം ഞാൻ പറഞ്ഞുതരാവേ. നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുക? ഒരു പ്രശ്നം വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ തൊട്ടുമുള്ളത്തെ വാക്യം ഒന്ന് കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. നിങ്ങൾ ഇവിടുന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഓക്കെ, ഇവിടെ പുള്ളി ഭയങ്കര പ്ലാനിങ് ആണ്. യാക്കോബ് ഭയങ്കര പ്ലാനിങ് ആണ്. തൻ്റെ കൂട്ടത്തെ മൊത്തം താൻ എന്ത് ഓക്കെ, ഈ വാക്യം നിങ്ങൾ നോക്കി. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു ഭയപരവശനായി. ശ്രദ്ധിച്ച്, അപ്പോൾ യാക്കോബ് തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാൻ വരുമെന്ന് കേട്ടപ്പോൾ താൻ ഭയപരവശൻ, എന്നോട് പറഞ്ഞാട്ടെ പേടിച്ചു പോയെന്ന് പറ, ഒന്ന് പറഞ്ഞു പേടിച്ചു പോയെന്ന് പറ. അപ്പൊ ദൈവം സംസാരിക്കുന്ന വ്യക്തിക്കും പേടിയൊക്കെ വരാം. ദൈവം ഇടപെടുന്ന യാക്കോബിനും പേടി വരാം.
യാക്കോബും പേടിച്ചിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്, ഭയപരവശനായ തല പോകുമെന്ന് പറഞ്ഞപ്പോൾ പേടി വന്നു. എങ്കിലും ശ്രദ്ധിച്ചോണം, എങ്കിലും യാക്കോബിനൊരു ശീലമുണ്ടായിരുന്നു. ആ ശീലം പുറത്തു വന്നു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചോണം, ഭയപരവശനായ യാക്കോബ് പ്രാർത്ഥിച്ചത്. അപ്പം നമ്മുടെ പ്രാർത്ഥന എന്തോ? കർത്താവേ രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ യാക്കോബിനെ ഓർത്ത് നോക്കി, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും എൻ്റെ പിതാവിൻ്റെ എൻ്റെ ഇസഹാക്കിൻ്റെയും ദൈവമായുള്ളോരേ. കണ്ടോ പ്രാർത്ഥന? കണ്ടോ? നിന്റെ ദേശത്ത് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന വിശ്വസ്തതയ്ക്കും സകലോട് കാണിച്ചിരിക്കുന്ന ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോട് കൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരൻ ഏശാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, പക്ഷേ അവൻ എന്നെയും എൻ്റെ മക്കളുടെ കൂടെ തള്ളയെ നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിച്ചോണം, ഭയപ്പെടുന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിനടുത്ത് പിന്നെയും ഭയം കയറി വന്നു. എന്നിട്ട് പറയുകയാണ്, നീയോ ഞാൻ നിനക്ക് നന്മ ചെയ്യും, നിന്റെ സന്തതിയേറെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. കണ്ടോ? അപ്പൊ ഈ ഭയം അകത്തു വരുമ്പോഴും യാക്കോബ് തൻ്റെ വാക്തത്വം മുറുക്കെ പിടിക്കുവാണ്. ആദ്യം ഭയപ്പെട്ടു, പ്രാർത്ഥിച്ചു, വാക്തത്വം പറഞ്ഞു. പിന്നെയും പുള്ളിക്ക് ചേട്ടനെ കുറിച്ച് ഓർക്കും ഭയമാണ്. ആ പ്രശ്നം ഓർക്കുമ്പം പുള്ളിയൊക്കെ തൻ്റെ ഈ ചേട്ടൻ ഭയങ്കര ദേഷ്യക്കാരനാ, അവൻ കൊണ്ട് തൻ്റെ ഭാര്യയെ കൊല്ലും, മക്കളെ കൊല്ലും. ഈ ഭയം അകത്തുണ്ടെങ്കിലും പിന്നെയും പറയുകയാണ്, നീയോ എന്നോട് നന്മ ചെയ്യുമെന്നും എൻ്റെ സന്തതിയുടെ പെരുപ്പം കൊണ്ടും എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്നും എന്നോട് അരുളി ചെയ്തവനല്ലോ. കണ്ടോ? ഒരേ സമയത്ത് ഭയം വരുമ്പോഴും ഒരേ സമയത്ത് യാക്കോബ് പറയുകയാണ്, എൻ്റെ തലമുറകൾ വർദ്ധിക്കുന്ന തലമുറകളാണ്, എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്യുന്ന ദൈവമാണ്. ഭയം വരുന്നുണ്ടെങ്കിലും ആ ഭയത്തെ താൻ വചനം കൊണ്ട് ഓവർകം ചെയ്യുകയാണ്. ഇതെങ്ങനെ തനിക്ക് കിട്ടിയെന്നറിയാവോ? താൻ ഇത് ശീലിച്ചത് കൊണ്ടാണ്. നമുക്ക് പലപ്പോഴും വിഷമം വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ വചനം പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ വചനം പ്രവർത്തിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു ശീലം നമുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് വചനം പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഭയപ്പെട്ട് നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വചനം എങ്ങനെ ഇടിച്ചു വരും. എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ മുമ്പേ നിങ്ങളുടെ സകല പ്രതിസന്ധികളെ തകർത്തു കളയുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ഇദ്ദേഹം പറയുകയാണ്, ദൈവമേ നീ എന്നോട് പറഞ്ഞതാണല്ലോ ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരുന്നത്. ഇത് എന്ന് കേട്ടതാ? തൻ്റെ ചെറുപ്രായത്തിൽ താൻ കേട്ട വാക്തത്വം. നമ്മൾ പറഞ്ഞത് ഞാൻ എത്രയോ പ്രവചനം കേട്ടതാ. അതൊക്കെ ആരാ ഓർത്തിരിക്കുന്നത്? എത്രയോ വചനം കേട്ടതാ. ഇപ്പം തന്നെ ആലോചിക്കുക, നിങ്ങൾ പലപ്പോഴും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ പോയിട്ട് ഭയങ്കര ആരാധനയും സ്തുതിയും എല്ലാം കഴിഞ്ഞ് വന്നിറങ്ങിയിട്ട് അവിടെ കേട്ട വചനം ഏതാന്ന് ചോദിച്ചാൽ നമ്മളെന്നാ പറയും? ഭയങ്കര ആരാധനയായിരുന്നു. എന്നാ അന്തരീക്ഷമായിരുന്നു. ഏതാ വചനം? ആ വചനം ഏതാന്നുള്ളത് ഞാൻ മറന്നുപോയി. എല്ലാം തീർന്നു. നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ഭാവിയായിരുന്നു ആ വചനം. അതാണ് നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടത്. ആമേൻ. ഇവിടെ പറയുകയാണ്, നീ എനിക്ക് നന്മ ചെയ്തും നിന്റെ സന്തതിയുടെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് എന്നോട് അരുളി ചെയ്തുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത താൻ ഒരു വാക്ക് കൊടുത്താൽ ഇസ്രായേലിന് മനസ്സിലായി ഈ ദൈവം ഇതേ വിട്ട് മാറത്തില്ല, ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, നിങ്ങളിരുന്ന് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ, അരമണിക്കൂറാണ് ടാർഗറ്റ്, 15 മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ എല്ലാ ദിവസവും പറയുവാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരനർത്ഥത്തിനും കയറാൻ പറ്റത്തില്ല. ഇവിടെ യാക്കോബ് പറയുക, തല പോകുന്ന വിഷയത്തിൻ്റെ അകത്ത് നിൽക്കുക. തൻ്റെ തല പോകും, തൻ്റെ കുഞ്ഞുങ്ങളുടെ തല പോകും, തൻ്റെ ഭാര്യമാരുടെ തല പോകും, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന തല പോകുന്ന വിഷയത്തിൽ നിൽക്കുമ്പോഴേക്കും താൻ തിരിച്ചു പോകാൻ നിൽക്കാതെ താൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ നീ എന്നോട് നന്മ ചെയ്യും. കണ്ടോ? നന്മ ചെയ്യും എന്ന് പറഞ്ഞ ദൈവം. എൻ്റെ അർത്ഥം, മുന്നിൽ തല പോകുന്ന വിഷയമാണെങ്കിലും ദൈവം എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, നിനക്ക് ഞാൻ നന്മയേ ചെയ്യത്തുള്ളൂ. ഇതാണ് വാഗ്ദത്തം കൊണ്ട് ഭാവിയെ ബിൽഡ് ചെയ്താലുള്ള ഗുണം. സാക്കേലതും നന്മയായി മാറും. എത്ര വലിയ പ്രതിസന്ധികൾ മുമ്പിൽ വന്നാലും, ഭയപരവശനായാലും, എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒത്തിരി നമ്മുടെ ലോകത്തിലുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം പെട്ടിക്കട പോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. ഞാൻ ഈ പെട്ടിക്കട എന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കല് ചെറിയ കൂട്ടമായിട്ട് എല്ലായിടത്തും ഉണ്ട്.
എവിടെ നോക്കിയാലും പ്രയറുണ്ട്. എല്ലായിടത്തും പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ കേൾക്കുന്ന വചന വ്യാഖ്യാനം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വ്യാഖ്യാനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകുവാനും നിങ്ങളുടെ വിശ്വാസത്തിൽ ഇതുകൊണ്ട് നോക്കി, യാക്കോബിൻ്റെ മുമ്പിൽ പ്രശ്നം നിൽക്കുമ്പോഴും താൻ തകർന്നു പോകാത്തതിൻ്റെ കാരണം താൻ പറഞ്ഞു പഠിക്കുന്ന ഒരു വാക്തത്വമുണ്ട്. എന്താ വാക്തത്വം? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നിന്റെ സന്തതികൾ അനുഗ്രഹമായി തീരും. ഇത് കിടക്കുന്നിടത്തോളം കാലം യേശാവിന് തലകുത്തി മറിഞ്ഞാൽ പോലും തൻ്റെ തലമുറയെ തൊടാൻ പറ്റത്തില്ല. അറിയാവോ? യേശാവിന് എന്നാ ചെയ്യാൻ നോക്കിയാലും, യാക്കോബെ നിന്റെ വായിൽ ഈ വചനം ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ സന്തതിയുടെ പെരുപ്പം കൊണ്ടും എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആകുമെന്ന് നീ അരുളി ചെയ്ത വചനം നിൽക്കുന്നിടത്തോളം കാലം ഒരുത്തനും നിന്നെ തൊടാൻ കഴിയത്തില്ല. അറിയാവോ? ഇതാണ് യഹൂദൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതുകൊണ്ടാണ് ഇവൻ എല്ലാ ദിവസവും 3 മണി മുതൽ, ഞാൻ 3 മണിക്ക് ഇടിക്കാൻ വേണ്ടി പറയല്ല, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ നിയോഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ അലാം വെച്ച് എണീക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജോലി എല്ലാവരും ഉണ്ട്. പക്ഷെ അവൻ അതൊരു ശീലമാക്കിയെടുത്തു. അവൻ 3 മണി മുതൽ അവൻ്റെ സിനഗോഗുകളിൽ എണീറ്റിരുന്നവൻ പ്രാർത്ഥന മാത്രമല്ല, അവൻ തന്നോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ഏറ്റുപറയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പുറത്ത് ബോംബ് വീഴുക, ഇപ്പുറത്ത് മിസൈൽ വീഴുക, ഇത് നിർത്തത്തില്ലവൻ. അവൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയാവോ? അവൻ്റെ ലക്ഷ്യം നീ അനേക ജാതികൾക്കൊരു അനുഗ്രഹമായി തീരും. നമ്മൾ 28 ഒന്ന് ഞാൻ പോവുകയാണേ, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കും. 28 വാക്യത്തിലേക്ക് ഒന്ന് പോവാം. അവിടെ നോക്കിയാൽ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കി, നീ ഭൂമിയിലെ നിന്റെ സന്തതി ഭൂമിയിലെ സകല വംശങ്ങളിലും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി മുഖാന്തരം. ഇത് ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഇതെല്ലാം അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. തലമുറയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കൈ വെച്ചിട്ട് പറ, എൻ്റെ മേലുള്ള വാക്തത്വം തലമുറകളാന്ന് പറയണം. അനേക തലമുറകൾക്ക് ഞാൻ മാതാവും പിതാവുമാകുമെന്ന് പറയണം നിങ്ങൾ. എൻ്റെ മേലുള്ള വാക്തത്വം ചെറിയ കാര്യമല്ല. ഇത് പറയുന്നിടത്തോളം കാലം ശത്രുവിന് ഇസ്രായേലിനെ തൊടാൻ കഴിയത്തില്ല, ദൈവത്തിന് ഇസ്രായേലിനെ കളയാനും പറ്റത്തില്ല. ഇതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ്. ശത്രുവിന് ഇവനെ ജയിക്കാനും പറ്റത്തില്ല, ദൈവത്തിന് ഇവനെ കളയാനും പറ്റത്തില്ല. ഇവൻ്റെ കയ്യിൽ ഈ വചനം ഇരിക്കുന്നിടത്തോളം കാലം ഇവൻ മെനക്കെട്ടിരുന്ന് പറയുമായിരുന്നു. ഇവൻ എല്ലാ ദിവസവും നമ്മൾ പറയത്തില്ല കർത്താവ്, അപ്പോൾ ബ്രദറെ ഞാൻ 2 ദിവസം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത് ബ്രദറെ, 3-ാം ദിവസം മാറ്റമൊന്നും കണ്ടില്ല ബ്രദറെ, ഭയങ്കര പ്രശ്നമാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ദൈവത്തെയും കുറ്റം പറഞ്ഞ് ബ്രദർമാരെയും ചീത്ത പറഞ്ഞ്, ബ്രദർമാരെല്ലാം കള്ളന്മാരാണ്, അവരൊക്കെ ചുമ്മാ നടക്കുന്നത്. നമ്മൾ പോകുമ്പോൾ അവൻ ഈ ബോംബ് വീഴുമ്പോഴും പ്രശ്നം നടക്കുമ്പോഴും പ്രശ്നം അവൻ നിൽക്കത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, അവന് ചോദിക്കാൻ പറ്റില്ല ഇതെന്നാ ദൈവ? എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ യുദ്ധവും പരിപാടിയൊക്കെ ആണല്ലോ. അവൻ പറ അതൊന്നുമല്ല ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തം, ഞങ്ങൾ ഭൂമിയിലെ സകല വംശങ്ങളിലും അനുഗ്രഹിക്കപ്പെടും. കണ്ടോ? ഇതിങ്ങനെ ഇൻജക്റ്റഡായി കിടക്കും അവൻ്റെ ഹൃദയത്തിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ്, ഭൗതിക നന്മകളെ പറ്റി പറയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ വാഗ്ദത്തം ക്രിസ്തുവിനെ ലഭിച്ചു, ഈ സന്തതിയെ കിട്ടിയിരിക്കുന്നു. യേശുവിനെ കിട്ടിയവൻ പിന്നെ പ്രത്യേകിച്ച് അവിടെ എഴുതേണ്ട കാര്യമില്ല, നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുമെന്നും, നിങ്ങളുടെ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്നും, നിങ്ങളുടെ വയലിൽ അനുഗ്രഹിക്കപ്പെടുമെന്നും, നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാണ്, ഇത് എഴുതേണ്ട കാര്യമില്ല. യേശുവിനെ കിട്ടിയവന് പിന്നെ വേറെ വല്ലതും ഉണ്ടോ? സ്വർഗത്തേക്കാൾ ഉന്നതനായ ക്രിസ്തുവിനെ കിട്ടിയവൻ പിന്നെ, അപ്പം നമ്മൾ നേരെ തിരിച്ചു പഠിച്ചു, യേശുവിനെ കിട്ടിയത് കൊണ്ട് ഇതൊന്നും വേണ്ട. കണ്ടോ? ഇതാണ് പിശാചിന്റെ തന്ത്രം. യേശുവിനെ കിട്ടിയല്ലോ. ബൈബിളൊരു വാക്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുക. പറയണം, യേശുവിനെ കിട്ടി എനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു, യേശുവിനെ കിട്ടി എനിക്ക് അത്ഭുതം കിട്ടിയിരിക്കുന്നു, യേശുവിനെ കിട്ടി എനിക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു, യേശുവിനെ കിട്ടി എനിക്ക്, ശ്രദ്ധിച്ച്, യേശുവിനെ കിട്ടി എനിക്ക് സകലതും നന്മയായി വ്യാപരിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഴുതാത്തതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ക്രിസ്തുവാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ആമേൻ. പക്ഷെ നമുക്ക് പലപ്പോഴും ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്തുകൊണ്ടാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തത് ഈ വചനം ബ്രദറെ ഇങ്ങനെ വെറുതെ പറയാനുള്ളതല്ല. വചനം പറയുമ്പോൾ നിങ്ങളുടെ ഭാവി തുറക്കുകയാണ്. ഇതിൽ എന്ത് എഴുതപ്പെട്ടിരിക്കുന്നോ അതിലേക്ക് നിങ്ങൾ ആകുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, എന്തിനാ ബ്രദറെ എല്ലാ ദിവസവും ഞങ്ങളിത് പറയുന്നത്? എല്ലാ ദിവസവും ഇത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണം? ഇതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അത് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വൺസ് നമ്മൾ വിശ്വസിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് നമ്മളിത് എല്ലാ ദിവസവും ഈ വചനം പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ നേരെ യഹൂദനിലേക്ക് പോകാം. ഇവൻ എല്ലാ ദിവസവും ഈ വചനത്തെ, യോശുവയുടെ പുസ്തകത്തിലൊരു വാക്കുണ്ട്, നീ എന്ത് ചെയ്യണം, എപ്പോഴും നീ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ നാവിൽ നിന്ന് മാറിപ്പോകരുത്, ഇത് രാപ്പകൽ നീ ഇതിനെ ധ്യാനിക്കണം.
ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്, നീ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഇവയെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ ഈ 2 വചനം നോക്കി ജോഷുവയോട് പറഞ്ഞു, രാവും പകലും നിന്റെ നാവിൽ എപ്പോഴും ഈ വചനം ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ നിധ്യാനിക്കണം. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, നീ എപ്പോഴും പറയണം. എന്തിനാണിത് എപ്പോഴും പറയണമെന്നും എല്ലാ ദിവസവും പറയണമെന്നും ബൈബിളിൽ ദൈവം എന്തുകൊണ്ട് ഇതിനെ ഇത്രത്തോളം ഫോഴ്സ് ചെയ്യുന്നു? അതിൻ്റെ കാരണം ഞാൻ പറയാം. വചനം എന്നുള്ളത് ദൈവമാണ്. ഒരു വ്യക്തി വചനം പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ചിന്തയിൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് 9 മണിക്കത്തെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കാൻ ചെല്ലുമ്പോഴേക്കും ഹസ്ബൻഡോ പിള്ളേരോ വന്നിട്ട് പറയും, അമ്മച്ചി അല്ലെങ്കിൽ സഹോദര അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും കാര്യം കൊണ്ട് വെറുതെ, നാളെ ചിട്ടിക്കാരൻ്റെ കാര്യം എന്നാവും, നാളെ കൊച്ചിൻ്റെ കാര്യം എന്നാവും, നാളത്തേതായിട്ട് നമ്മൾ എന്താവും. അപ്പോൾ ഈ പ്രശ്നങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് ഈ കാറ്റ് കുത്തിവിട്ട ബലൂൺ പോലെ എന്ത് ചെയ്യും, അങ്ങ് പോകും. ഇത്ര നേരം കേട്ട വചനമെല്ലാം എന്ത് ചെയ്യും, അങ്ങ് പോകും. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഒരു ദുഃഖവാർത്ത കേൾക്കുന്നത്. പെട്ടെന്ന് നമ്മൾ കാറ്റ് കുത്തിവിട്ടാൽ അങ്ങ് പോകും. പിന്നെ നമ്മൾ കറങ്ങി വരുന്ന എപ്പോഴാണ്? രാത്രി 9 മണിക്ക് വചനം കേൾക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴാണ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ദൈവഹിതവും ഇന്നതും തിരിച്ചറിഞ്ഞ് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റിന്യൂ യുവർ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് നിർത്തേക്കുന്നത്. നമ്മുടെ തോട്ട്സുകളെയും നമ്മുടെ മനോഭാവത്തെയും നമ്മൾ എല്ലാ ദിവസവും പുതുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം തലവേദന വരുമ്പോൾ നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചേക്കുന്ന ഒരു പാരസിറ്റാമോൾ ഉണ്ട്, നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, കാശിൻ്റെ ആവശ്യം വന്ന ബ്ലേഡുകാരനുണ്ട്. ഇങ്ങനെ കുറേ സൊല്യൂഷനുകൾ നമ്മുടെ തോട്ട്സിൽ കിടപ്പുണ്ട്. നമ്മൾ പോലും ഒന്നും ചെയ്യണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എനിക്ക് മൂക്കടഞ്ഞ സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞാൻ ഓടിപ്പോയിട്ട് ആ മൂക്ക് നേസൽ സ്പ്രേ അടിച്ചു. അത് ഞാൻ ഓർത്തില്ല, ഞാനിങ്ങനെ ഫോണിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മൂക്കടഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പം അതെടുത്ത് അപ്പം തന്നെ അടിച്ചു. എന്നോട് എൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയും ചെയ്തില്ല. അത് നമ്മുടെ തോട്ട്സിൽ കിടക്കുന്നതാണ്. മൂക്കടയുമ്പോൾ നേസൽ സ്പ്രേ ഉപയോഗിച്ച് തുറക്കുക. ഈ തോട്ട് പാറ്റേൺ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളെ കാലങ്ങളായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമ്മളിൽ കയറി കൂടിയതാണ്. ഇത് കിടക്കുന്നിടത്തോളം കാലം എന്നാ സംഭവം? നിങ്ങൾ വചനം പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ വചനത്തിലല്ല. നമ്മൾ കേട്ടും കണ്ടും പഠിച്ച കുറേ സംഭവത്തില്ല. ഇത് ബ്രേക്ക് ആകണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. യോശുവ അടിമയായി ജീവിച്ച ആളാണ് മിസ്രൈമിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മൊത്തം അടിമ മനോഭാവം ഉണ്ട്. 430 വർഷം തൻ്റെ പിതാക്കന്മാരോടൊപ്പം, അല്ലെങ്കിൽ 430 വർഷം തൻ്റെ പിതാക്കന്മാർ അവിടെയായിരുന്നു. യോശുവ പോട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു 50-60 ഇട്ടേക്കാം നമ്മൾ. ഇത്രയും പ്രായം വരെ അതിനകത്ത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് താൻ വരുന്നതിന് മുമ്പ് ചെറുപ്പം മുതലേ പുള്ളി ജനിച്ചു വളർന്നത് മുഴുവൻ അടിമ നുഖത്തിലാണ്. ഫറവോൻ്റെ അടിമയായിട്ടാണ് പുള്ളി വളർന്നത്. അപ്പോൾ ഇയാളുടെ മൈൻഡ് മൊത്തം അടിമ മനോഭാവമാണ്. ഇവിടുന്ന് ദൈവം തന്നെ വിളിച്ചു കൊണ്ടുവന്ന് കനാൻ ദേശം കൊടുത്ത് എന്നിട്ട് പറയുകയാണ്, നീ എല്ലാ ദിവസവും എൻ്റെ വചനം ധ്യാനിക്കണം. അതിൻ്റെ അർത്ഥം, പണ്ട് നീ ചാട്ടവാറടി കൊണ്ടവനായിരുന്നു, നിനക്ക് തല്ലണമെന്ന് ആഗ്രഹമുണ്ട്, നിന്നെ ഉപദ്രവിക്കുന്നതിനോട് നിന്നെ എതിർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവൻ തരുന്ന അടിയും അവൻ തരുന്ന എച്ചിലും കഴിച്ച് ജീവിച്ചവനാ നീ. അപ്പം നിന്റെ മനസ്സ് മൊത്തം അടിമയുടെ മനസ്സാ. ഇതിന്ന് നീ അവകാശിയുടെ മനോഭാവത്തിലേക്ക് വരണം. ഇനി യുദ്ധങ്ങൾ വരുമ്പോൾ നീ പതറിപ്പോകരുത്. ഈ യുദ്ധങ്ങൾ വരുമ്പോൾ നീ പതറിപ്പോകാതെ അതിനെ ജയിക്കേണ്ടതിന് നീ രാപ്പകൽ എൻ്റെ വചനത്തെ നീ ധ്യാനിക്കണം. അപ്പം നിന്റെ തോട്ട്സ്, നിന്റെ ചിന്താമേഖലകൾ, നിന്റെ മനോഭാവങ്ങളൊക്കെയും ജയാളിയുടെ മനോഭാവം ആകണമെങ്കിൽ വചനത്തിൽ നീ ആരാന്നുള്ള ബോധം നിനക്കുണ്ടാകണം. അതിനുവേണ്ടി ഇപ്പം ഞാൻ എല്ലാ ദിവസവും പറയാം, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവ് എനിക്ക് ദിവ്യ ആരോഗ്യം ദീർഘായുസ് കൊണ്ട് എനിക്ക് ഇതുണ്ട്. ഇങ്ങനെ ഓരോ വചനം നമ്മൾ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം, എനിക്ക് ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സ്ഥലത്തിലും മതിയായി തീരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. എനിക്ക് ഉദാഹരണം പറയാം കേട്ടോ. എന്താണ് എല്ലാ ദിവസവും ഇത് പറഞ്ഞ് ഭാവിയെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വചനം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ബൈബിൾ പറയുകയാണ്, നിനക്കൊന്നും ഒരിക്കലും ഒരു ദോഷം വരത്തില്ല. ലൂക്കോസ് 10:19. അപ്പം ഇത് നിങ്ങൾ എല്ലാ ദിവസവും പറയുക. പെട്ടെന്ന് മുമ്പിലൊരു പ്രശ്നം വന്നു, ആ പ്രശ്നം നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നിങ്ങൾ ലോകത്തുള്ള സകല ബ്രദർമാരെയും വിളിക്കും, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഫോൺ കട്ട്, അടുത്ത ബ്രദർ വിളിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, ഉള്ള പ്രയർ ലൈൻ എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ച് അവരെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടെൻഷൻ മാറുന്നില്ല, നിങ്ങളുടെ ഭാരം മാറുന്നില്ല, നിങ്ങളുടെ ഭയം മാറുന്നില്ല. ഇത് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുക. ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഈ വചനം പറയുന്ന ആളാണ്, ഒന്നും ഒരിക്കലും ഒരു ദോഷം വരത്തില്ല, ഒന്നും ഒരിക്കലും. ഇതിങ്ങനെ പറഞ്ഞ് നടക്കുന്നൊരു വ്യക്തി, രാവിലെ പറയുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം പറയുന്നു, ഇനി സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ
യാക്കോബിനുണ്ടായതുപോലെ അകത്തുനിന്ന് പൊങ്ങി വരും. നീ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് നന്മ ചെയ്യുമെന്നും എൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്നും എന്നോട് പറഞ്ഞ ദൈവം. സന്തതിയെ കൊല്ലാൻ വേണ്ടി യേശാവ് വഴിമധ്യേ നിൽക്കുവാന്ന് ഓർത്തോണേ. പക്ഷേ മനസ്സിൽ നിന്നുള്ള വചനം പറയുന്നു, നിന്റെ സന്തതി ഒരു അനുഗ്രഹമായി തരും. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയെ കൊല്ലാൻ ഒരുത്തനും കഴിയത്തില്ല. അപ്പൊ നിങ്ങളുടെ അകത്ത് ഈ വചനം എല്ലാ ദിവസവും പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കകത്ത് ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകാതെ നിങ്ങൾ ഉടനെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ, ഞാൻ ചോദിച്ചോട്ടെ, ഈ വചനം കേട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗസൗഖ്യങ്ങളെയും അത്ഭുതങ്ങളെയും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് എന്നോട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു. ഉള്ളവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾ ആദ്യമായിട്ട് ഇതേപോലെ ഒരു മിനിറ്റ് ആദ്യമായിട്ട് ഈ വചനം കേട്ടിട്ട് ഈ അതായത് നമ്മുടെ ഈ വചനധ്യാനം കേട്ടിട്ട് ആദ്യമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? സൗഖ്യം കണ്ടവരുണ്ടോ? ഉണ്ട്. ഞാൻ വീണ്ടും ചോദിച്ചോട്ടെ, ഇന്നലകളിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ല? ഇന്നലകളിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞില്ല? ഇന്നലകളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല? കാര്യം ഇന്നലകളിൽ നിങ്ങൾ കേട്ടതല്ല എന്നാണെന്നറിയാവോ? രോഗം വന്നാൽ ഒന്നെങ്കിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ മരുന്ന് കഴിക്കും, ഒന്നെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ സൗഖ്യമാകും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ രോഗം. പക്ഷെ നിങ്ങൾ വീണ്ടും കേട്ടു, അല്ല, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ട്. ഇത് നിങ്ങൾ നിരന്തരം കേട്ടു, നിരന്തരം പറഞ്ഞു. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ ചെന്നപ്പോഴേക്കും തൻ്റെ ഒരു സഹോദരി പുത്രി തൊണ്ടയിലൊരു മുള്ളായിട്ട് എന്തോ രോഗമായിട്ട് മുള്ളായിട്ടിരുന്ന സമയത്ത് ശരീരത്തിൽ ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ ചെന്ന് വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. മുള്ളാണെങ്കിൽ നമ്മളെല്ലാം പറയും, ഒരു ചോറോ പഴമോ മേടിച്ച് തിന്നാൽ മുള്ളു മാറും എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്ഥാനത്ത് അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു. തിരിച്ച് ആ സഹോദരി വീട്ടിലെത്തിയപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, ആ മുള്ള് പുറത്തു വന്നു. ആ പ്രാർത്ഥിച്ച ശേഷം തന്നെ കണ്ടോ. നേരത്തെ തന്നെ നേരത്തെ പറയായിരുന്നു, 1 കിലോ പഴം മേടിക്കുക, കഴിക്കുക, ഒരുള്ള ചോറെടുത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ തോട്ട്സിൽ കിടന്നതാ, ചിന്തക്കകത്ത് കിടന്ന സൊല്യൂഷനുകളാണ്. ഇപ്പം അതെല്ലാം മാറിപ്പോയി. കാര്യം എന്തുവാ? അനുദിനം വചനത്താൽ നമുക്കൊരു ഭാവി ഉണ്ടായി വന്നു. ഇത് തന്നെയാണ് യഹൂദൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവനൊരു കച്ചവടം തുടങ്ങിയാൽ നമ്മളെന്നാ പറയും? ദൈവമേ, നമ്മൾ പറയും അപ്പുറത്ത് കൂടാത്രക്കാരനാണ്, അപ്പുറത്ത് ആഭിചാരക്കാരനാണ്, നമ്മളിതും പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തിരിക്കുമ്പോൾ അവൻ്റെ ചുറ്റിനും യുദ്ധം ചെയ്യാൻ ആൾക്കാർ നിൽക്കുക. കണ്ണ് തെറ്റിയാൽ ബോംബിടുന്ന ആൾക്കാരാണ്. നമുക്ക് പിന്നെ അത്രയൊന്നുമില്ല. നമ്മൾ മുട്ടയ്ക്കാത്ത കൂടോത്രവും ആഭിചാരമൊക്കെ പേടിച്ചാൽ മതി. അവന് ഒന്ന് കണ്ണ് തെറ്റിയാൽ അവൻ്റെ ബിസിനസ്സിൻ്റെ മേലേക്ക് മിസൈൽ കൊണ്ടിടും. അവന് കൊണ്ടുവന്ന് ബോംബ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടിപ്പോകുന്ന ആൾക്കാർ അവന് ചുറ്റിനുമുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാരെ ചുറ്റി നിന്നുകൊണ്ട് അവൻ എങ്ങനെ ജീവിക്കും? നിങ്ങൾ പറ, അവൻ എങ്ങനെ ജീവിക്കും? അവൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്താൽ ഭാവിയെ ബിൽഡ് ചെയ്യുക. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അനുദിനം അതിനെ ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? നിങ്ങൾ നോക്കിക്കേ, ലോകത്തിൽ ഇന്ത്യയേക്കാൾ ബിസിനസ്സിൽ പ്രോഡക്റ്റുകളിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം ഇസ്രായേലാണ്. ലോകത്തിൽ ഏറ്റവും കണ്ടുപിടുത്തങ്ങൾ നടത്തിയ രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യങ്ങളിൽ ഇസ്രായേലാണ്. ഇത്രയും പ്രശ്നമുള്ള രാജ്യമെന്ന് ഓർത്തോണം. ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് ആലോചിച്ചതാണ്, ഇസ്രായേൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, എനിക്കൊന്ന് ഇസ്രായേലിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം ഞാൻ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചപ്പോഴാണ് യുദ്ധം. എന്നാൽ പിന്നെ ഈ വർഷം ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചപ്പോൾ അടുത്ത യുദ്ധം. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പോകാൻ ആഗ്രഹിച്ചപ്പോൾ പോലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ചിലർ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് പോകുന്നത് ചിലപ്പോൾ നമുക്ക് സേഫ് അല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും യുദ്ധങ്ങൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ 2 യുദ്ധം കേട്ടു. അങ്ങനെ ദിവസവും യുദ്ധത്തിൽ നിൽക്കുന്നവൻ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു? അപ്പം നമ്മൾ പറയും അവൻ ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ട്. അല്ല പ്രിയരെ, അവൻ സ്വന്തമാണെന്ന് അവനുള്ളിലുള്ള ബോധത്തെ അവൻ ഡെവലപ്പ് ചെയ്തെടുത്തത് കൊണ്ടാണ്. കാര്യം ഇസ്രായേലിൽ കുറേ പേര് എന്ത് ചെയ്തു? പുറപ്പെട്ടവർ സ്വന്തം ജനം പട്ടുപോയവരുണ്ട്, സർപ്പം കടിച്ച് ചത്തുപോയവരുണ്ട്, മരുഭൂമിയിൽ നശിച്ചു പോയവരുണ്ട്, കനാൻ പ്രാപിക്കാത്ത സ്വന്തം ജനം കുറേ പേരുണ്ട്. അപ്പം സ്വന്തമായതുകൊണ്ട് കാര്യമില്ല, സ്വന്തമായവൻ സ്വന്തമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് ഇത് മൊത്തം കിട്ടുന്നത്. അല്ലാതെ യഹൂദനായതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടത്തില്ല, യഹൂദനാന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നവന് വാക്തത്വമുള്ള. അത് നിങ്ങൾക്കും ജീവിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞാൽ മതി, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കല്ലിനെയോ മണ്ണിനെയോ ഒന്നും ഫോളോ ചെയ്യാതെ കർത്താവ് യേശുവിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, കർത്താവ് എൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ അപ്പുറം ഈ കരയുന്നവൻ എന്നാണ് ഒരു കുഴപ്പം? ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സംഭവത്തെ, ദൈവസ്നേഹം വരുമ്പം കരയണം, അത് ഞാൻ സന്തോഷിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് നമ്മൾ കരഞ്ഞു പോകും. അത് ഞാൻ ഒന്നും എതിർക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കരുത്. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ, പഴയ നിയമത്തിൽ യാക്കൂബ് പോലും അല്ലെ ദാവീദ് പോലും കരഞ്ഞു പ്രാർത്ഥിച്ചില്ല. പുതിയ നിയമത്തിൽ കരയാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ മക്കളെങ്കിലും അവകാശം എന്ന് നിങ്ങൾ മെച്യൂരിറ്റിയിലേക്ക് വരണം. കുഞ്ഞു പിള്ളേരാണ് കരയുന്നത്. വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളർന്നവൻ പിന്നെ കരയണ്ട. പിന്നെ ഞാൻ എന്നാ ചെയ്യണം? പറയണം, കർത്താവ്, എൻ്റെ തലമുറയ്ക്കകത്തൊരു അത്ഭുതം ഉണ്ടായേ പറ്റത്തുള്ളൂ. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. എൻ്റെ മേൽ വാഗ്ദത്തങ്ങൾ കിടക്കുകയാണ്. എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ ഈ വാഗ്ദത്തങ്ങളെ തുറന്നു വിടണം. ഇതാണ് നമ്മൾ ഭാവിയെ ബിൽഡ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് എസെക്കിയേൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ വചനം കേൾപ്പിൻ. അപ്പം നമ്മൾ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർത്ത് സന്തോഷിച്ച് കരയണം. ആത്മാവിൽ നമ്മൾ സന്തോഷിച്ച് കരയുന്നതുകൊണ്ട് അത് വേറെയാണ്. നന്മയ്ക്ക് വേണ്ടി കരയരുതേ പ്രിയരെ. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെങ്കിലും പഠിപ്പിച്ച പറഞ്ഞ, ഇല്ല സഖ്ജ, ഞങ്ങൾ കരയാൻ ഇനി ദാസനല്ല, അടിമയല്ല, ദൈവത്തിൻ്റെ മക്കളെങ്കിലും അവകാശമെന്ന് പറയണം. എൻ്റെ അപ്പൻ കരഞ്ഞു തരുന്ന അപ്പനല്ല, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ എന്നിൽ വ്യാപരിക്കുന്ന ഒരു പിതാവ് എന്നിലുണ്ട്. എഫേസ്യ ലേഖനം. ആമേൻ. അപ്പോൾ ഈ പിതാവിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പറയണം, ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശിയാണ്. പിന്നെ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ലൈവിലെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണ്. ത്തോട്ടൊന്ന് കൈവച്ച് എന്നിട്ടൊന്ന് പറഞ്ഞ്, ഈ രോഗമല്ല എൻ്റെ അവകാശം. നിങ്ങളൊന്ന് പറഞ്ഞ് എന്ന് കൈവച്ച് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന അതിൻ്റെ നമുക്ക് ഒരുമിച്ച് കൃപാവരങ്ങളിലേക്ക് ഇന്ന് കയറാൻ വേണ്ടി പോവാണ്. ഇന്ന് എല്ലാ കൃപാവരങ്ങളെയും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം, നിങ്ങളുടെ ഭാവിയെ തുറക്കാൻ വേണ്ടി. ഇപ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിൽ 2 പ്രവചനത്തിലൂടെ, ഒന്ന് വചനമാകുന്ന പ്രവചനം, 2 ആത്മാവിലുള്ള പ്രവചനം, കൃപാവരങ്ങളൊക്കെ നമ്മളിപ്പോൾ തുറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് രോഗങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, ഈ രോഗത്തിന് ഞാൻ അടിമയല്ലെന്ന് പറ. ആ വേദനകൾ ഇപ്പോൾ നിങ്ങളെ വിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് വേദന മാറിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഇപ്പോൾ തന്നെ പറ, യേശുവിൻ്റെ തിരുമുറിവിനാൽ ആ വേദന നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. ആ രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ കണ്ണിലൊക്കെ കൈവച്ചിട്ട് പറ, കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് എത്ര കാലം ഇരിക്കും? കണ്ണ് എടുത്ത് വെച്ചേ പറ, എൻ്റെ കാഴ്ച വർദ്ധിക്കാൻ വേണ്ടി പോവുക, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടി പോവുക. ക്യാൻസർ, യേശു എൻ്റെ ക്യാൻസർ വഹിച്ചതാ. ഈ തളർന്നു കിടക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറ, എനിക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറ. ആ കൈ വെച്ച് തളർന്നു കിടക്കുന്ന രോഗികളെ കൂടെ ഇരിക്കുന്ന ഒരു കൈയൊന്നും എടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശു ഈ മകൻ്റെ രോഗത്തെ വഹിച്ചതാ, കിടക്കാൻ പറ്റത്തില്ലെന്ന് പറ. യേശുവിൻ്റെ തിരുമുറിവിനാൽ ആരോഗ്യം വന്നിരിക്കുന്നു. യേശു രോഗത്തെ വഹിച്ചതാ, യേശു വേദനകളെ ചുമന്നതാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് പറയുന്നത്, ഈ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഷാജി എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ 2 വ്യക്തികളും കാണണം. പൗലോസിൻ്റെ ഭവനത്തിൽ ഷാജി എന്ന് പേര് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തിൽ തലമുറകളെ വാഴിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തമ്പുരാൻ കാണിക്കാൻ വേണ്ടി പോവുകയെന്ന് എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് കർത്താവ് ആ കുടുംബത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ നിന്നുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനിങ്ങനെ കുറേ ഒരു പേപ്പറുകൾ ഒരു വീടിൻ്റെ അകത്വശത്ത് ഞാൻ കാണുന്നത്. ഇപ്പോൾ അത് ഒരു പിൻ ചെയ്തിട്ട് ആ കുറേ പേപ്പറുകൾ, ഈ ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ, പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് ഈ മുദ്രപത്രങ്ങളൊന്നുമല്ല, വെറും പേപ്പറിൽ കുറേ ഡോക്യുമെൻറ്റ്സ് എഴുതി വെച്ചേക്കുന്നത്. ഒരു വീടിൻ്റെ അകത്ത മുറിയിൽ ഒരു മേശയിൽ വെറുതെ ഇട്ടിരിക്കുന്ന കുറേ പേപ്പറുകളാണ് ഞാൻ കാണുന്നത്.
അതിങ്ങനെ 1, 2, 3, 4 കുറേ അടുക്കുകൾ പോലെ ഇരിക്കുന്ന പേപ്പറാണ്. 7 പേജുള്ള ഒരു പേപ്പറാണ് ഞാൻ കാണുന്നത്. അതിങ്ങനെ മേശയിലിട്ടിരിക്കുന്നതാണ്. പക്ഷേ അതിനെ കാണിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ആ കുരുക്കുകളെ അഴിക്കാൻ വേണ്ടി പോകുന്നു എന്ന് എന്നോടൊരു വാക്ക് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ. അത് ആരാന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഓടിപ്പോയി ആ പേപ്പറെ കൈവച്ചു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അതൊരു അത്ഭുതമായി തീരാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, പോയി ചെക്ക് ചെയ്ത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്നൊരു അത്ഭുത സാക്ഷ്യമാക്കി അത് മാറ്റുന്നു. അത്ഭുത വിടുതലായിട്ട് കർത്താവ് അത് മാറ്റുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ അത്ഭുതത്തിൻ്റെ ദൈവം, അതിശയത്തിൻ്റെ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്നിപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അസാധാരണമായ പ്രവൃത്തികളോടെ ഉണ്ടാകുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവിനെ കാണിക്കുന്നു. ഈ ശരീരത്തിൻ്റെ അകത്ത് ഈ നടക്കുമ്പോൾ കുറേ കഴിയുമ്പോഴേക്കും വല്ലാത്ത ശരീരത്തിൻ്റെ അകത്തൊരു അസ്വസ്ഥത ഉണ്ടായിട്ട് പിന്നീട് മുന്നോട്ട് നടക്കാൻ കഴിയത്തില്ല. ശരീരം മരവിപ്പിക്കുന്ന ഒരവസ്ഥ പോലെ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ മേലേക്ക് പുതുക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പറ, പുതിയ അവയവങ്ങൾ എനിക്ക് തന്നതിന് നന്ദി എന്ന് പറ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ കൽപ്പിക്കുന്നു, ആ വേദന വിട്ടു മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പോൾ അന്ന് ചെക്ക് ചെയ്ത് ആ വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറുകയാണ്. രോഗശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറുകയാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പം അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ സമയത്ത് ആർക്കെങ്കിലും വേദന വിട്ടു മാറിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഈ സമയത്ത് ആർക്കെങ്കിലും അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വേദന വിട്ട് മാറിയവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വ്യത്യാസമുള്ളത് നിങ്ങൾക്കത് പറയാനുള്ള സമയമാണ്. ഇപ്പോൾ ഈ സമയത്ത് കർത്താവിൻ്റെ ആലോചന കേൾക്കുന്നവർ ശ്രദ്ധിച്ചോണം. കർത്താവ് ഇന്നത് വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. വലിയ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കൈവച്ചിട്ട് ഒന്ന് പ്രവചിച്ചു പറഞ്ഞ കർത്താവെ, എൻ്റെ കുടുംബം, എൻ്റെ തലമുറകൾ ഞങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായിത്തീരും. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ടൊരു വ്യത്യാസം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഉള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ്? വ്യത്യാസം വന്നവർ പറഞ്ഞു. എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും പെടലൊക്കെ ഭയങ്കര വേദനയായിരുന്നേ. ഞാൻ രാവിലെ തുടങ്ങിയ ബ്രദറിന്റെ ഇന്നലത്തെ എനിക്ക് മെസ്സേജ് അങ്ങനെ കൂടുതൽ കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് ഞാൻ കേട്ടത്. അപ്പൊ അത് ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പൊ ഈ പ്രാർത്ഥനയിൽ നിന്നപ്പോ ഇത്തിരി ക്ഷീണം ഉണ്ടായി. പക്ഷെ ഇപ്പൊ എല്ലാം മാറി, നല്ല സൗഖ്യമായി. ആ വേദന മാറി സിസ്റ്ററെ? വേദന മാറി, ക്ഷീണവും മാറി. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേദന മാറിയെന്ന്? ഞാൻ പറയും, രോഗവുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. രോഗശക്തിയോട് നമുക്കിന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ശരീരത്തിൽ നിന്ന് വേദന വിട്ട് മാറിയവർക്ക് പറയാം. ഇന്ന് നിങ്ങൾക്ക് ആ മെസ്സേജ് അയക്കാതെ ഈ സമയത്ത് ആരാണോ ആലോചന ഇടപെട്ട് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള സമയമാണ്. പറഞ്ഞു സിസ്റ്ററെ. മിനിഞ്ഞാന്ന് ഒരു ഈവനിങ് ആയപ്പോൾ മുതൽ എനിക്ക് പുറം ഭാഗത്തും പിന്നെ റിബ്സിനൊക്കെ ആയിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പൊ രാത്രി ആയപ്പോഴത്തേനും അത് കൂടി. രാത്രി എനിക്ക് കിടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ വചനമായിട്ട് പറഞ്ഞോണ്ടിരുന്നു. അങ്ങനെ എന്തായാലും ഒരു സൈഡ് തിരിഞ്ഞു കിടക്കാൻ പറ്റി. പിന്നെ തിരിയുമ്പോഴും അറിയുമ്പോഴും എനിക്ക് ഷോക്ക്, ഇങ്ങനെ മിന്നൽ പോകുന്ന പോലെ, എന്തോ മസിൽ ഇങ്ങനെ ഇതാകുന്ന പോലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പം രാവിലെ ഇന്നലെ പകല് മൊത്തം ഇത് തന്നെ ആയിരുന്നു. അങ്ങനെ വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോ ഞാൻ നാളെ സാക്ഷ്യം പറയാം, പൂർണ്ണമായിട്ട് മാറിയിട്ട് എനിക്ക് ശ്വാസം ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ശ്വാസം എടുക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഇത്ര സ്പീഡില്. ഇടയ്ക്കിടയ്ക്കൊക്കെ നിന്ന് പോകും ശ്വാസം. എന്നിട്ട് പിന്നെ ഞാൻ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ദൈവകൃപയിൽ ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. അപ്പൊ ഇന്നലെ ഞാൻ വിചാരിച്ചു, ഇന്നലെ ചെറുതായിട്ട് കുറവുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ സാക്ഷ്യം പറയും. അപ്പൊ അജിത സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിരുന്നു, അത് കുറച്ച് കുറവേ ഉള്ളൂ, അപ്പൊ ഇന്ന് ഞാൻ സാക്ഷ്യം പറയും തീർച്ചയായിട്ടും. ഇന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മാറും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. നല്ല മാറി, പൂർണ്ണ സൗഖ്യമായി. കർത്താവ് പറഞ്ഞ പോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കാലിന് നല്ല വേദനയായിരുന്നു ഇന്നലെ.
ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇന്ന് സാക്ഷ്യപ്പെടുത്താന്ന് വെച്ചു. എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ എന്റെ മക്കള് പറയാൻ അമ്മയ്ക്ക് ഒത്തിരി പ്രായമായവര് നടക്കുന്നത് പോലെയാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വേദനയില്ല. ഇപ്പൊ എനിക്ക് വേദനയില്ല. ഞാൻ സ്റ്റെപ്പൊക്കെ ഈസി ആയിട്ട് ഞാൻ കയറി ആ ഇത് വലിയൊരു അത്ഭുതം കേട്ടോ. ആമേൻ. തലമുറകൾ പറഞ്ഞു അമ്മച്ചിക്ക് പ്രായമായതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് പറഞ്ഞു. പക്ഷെ അമ്മച്ചി വിട്ടുകൊടുത്തില്ല, കൈ വെച്ചങ്ങോട്ട് അല്ലേ യേശുവിന്റെ തിരുമുറിവിൽ വിശ്വസിച്ചു. ഇപ്പൊ വേദന എന്ത് ചെയ്തു? കംപ്ലീറ്റ് മാറി. ഇപ്പൊ നടക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പിന്നെ മുതൽ പ്രായമായെന്ന് പറഞ്ഞിരിക്കരുത്, വേദന എന്ന് പറഞ്ഞിരിക്കരുത്. പറഞ്ഞോണം യേശുവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, വേദനയല്ല എൻ്റെ അവകാശം, സൗഖ്യമാണ് എൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളിതുപോലെ ഓടി നടക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ എനിക്കുണ്ട് ഒരു സാക്ഷ്യം. പറഞ്ഞു സിസ്റ്ററെ. ഉച്ചയ്ക്ക് ബ്രദറെ എന്റെ പറഞ്ഞു. ഒരു വശം ഇങ്ങനെ നല്ല ചുമപ്പായിരുന്നു. കണ്ണിന്റെ ഒരു വശം, ഇടത്തെ കണ്ണിന്റെ ഒരു വശം ഭയങ്കര ചുമപ്പായിരുന്നു. എന്തോ ഇങ്ങനെ കണ്ണി തടയണ പോലെ തോന്നിയിരുന്നു. ഞാൻ കൊച്ചിനോട് ചോദിച്ചു, മോളെ കണ്ണിന് അമ്മയുടെ കണ്ണിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ പറഞ്ഞപ്പോ കൊച്ചു പറഞ്ഞു ഒരു വശം നല്ലോണം ചുമന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ണാടി വന്ന് നോക്കിയപ്പോ ഒരു വശം നല്ലോണം ചുമന്നിരിപ്പുണ്ട്. അപ്പൊ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പൊ ബ്രദർ പറഞ്ഞു കണ്ണില് കൈവയ്ക്ക് പൂർണ്ണ കാഴ്ച ലഭിച്ചു, പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ആ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ നോക്കിയപ്പം കണ്ണിന് ചുമപ്പ് കളറില്ല. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. പ്രിയമകളുടെ കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ണിന് ബുദ്ധിമുട്ടായിരുന്നു. ആ പ്രാർത്ഥനാ സമയത്ത് കൈവച്ചു. ആ കണ്ണിലെ എല്ലാ ബുദ്ധിമുട്ടും കർത്താവ് സൗഖ്യമാക്കി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ എനിക്ക് പറയാറുണ്ട്, എനിക്ക് 6 മാസത്തോളമായി എനിക്ക് പെടലിക്ക് ഷോൾഡർ പെയിൻ ആയിട്ട് കിടക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയായി എനിക്കിപ്പം 2 ആഴ്ചയായി എനിക്ക് ഒരു അസുഖവും ഇല്ല. എങ്ങനെ മാറിയതായിട്ട് ഞാൻ അറിഞ്ഞു പോലുമില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ല. ആഴ്ചയായിട്ട് ഒരു വേദനയില്ല, ഒന്നുമില്ല. എത്ര മാസമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? 6 മാസത്തിൽ കൂടുതലായി എനിക്ക്. 6 മാസം കൂടുതലായി. ഞാൻ മരുന്നൊക്കെ മേടിച്ചിട്ടു മാറ്റം ഉണ്ടായിരുന്നോ? മരുന്ന് മേടിച്ചിട്ട് മാറ്റം ഉണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ല, ഒരു വേദന. മരുന്ന് മേടിച്ചിട്ട് മാറ്റം ഉണ്ടായിരുന്നോ? ഇല്ല മാറ്റമില്ലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ വേദന മാറി. 6 മാസം മാറി പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചില്ല മാറിയത്. പിന്നെ ഓർത്ത ഇപ്പൊ ഒട്ടും വേദനയില്ല, ഒരു കുഴപ്പമില്ല. സ്തോത്രം. വലിയ കാര്യമാണ് സിസ്റ്റർ പറഞ്ഞാൽ. 6 മാസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ പെയിൻ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. പക്ഷെ പ്രാർത്ഥനയിൽ രോഗസൗഖ്യം നടന്ന് അത് മാറിയത് പോലും അറിഞ്ഞില്ല. ആ വേദന മാറിയത് പോലും അറിഞ്ഞില്ല. പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ വേദന അവിടെ ഇല്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞോ. ഹലോ ബ്രദർ, എൻ്റെ പേര് ആശ എന്നാണ്. എനിക്ക് ഒരാഴ്ചയായിട്ട് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞു ഉപ്പൂറ്റിയിൽ വേദനയുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസം ആയിട്ടും എനിക്ക് കാലിൽ വേദനയൊന്നുമില്ല. അപ്പൊ അത് എത്ര നാട്ടിലെ വേദനയായിരുന്നു സിസ്റ്ററെ? ഒരാഴ്ചയൊക്കെ ഉള്ളതായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഇല്ല, ഇതുവരെ ഇല്ല. 2-3 ദിവസമായി ഒരു വേദന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആമേൻ. കർത്താവേ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ ബ്രദർ, എന്റെ മുട്ടിന്റെ സൈഡായിട്ട് ഭയങ്കര പെയിനാ. മുട്ടും മടക്കുമ്പോ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇത്രയും നാള് ഇങ്ങനെ വേദന തൊട്ട് ബ്രദർ പറയുമ്പോ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തൊട്ടിട്ട് ഒരു വേദനയില്ല, മടക്കുമ്പോഴും ഒരു വേദനയില്ല. എത്ര നാളത്തെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? ഒരു മാസം ഉണ്ടായിരുന്നു ഈ വേദന. ഒരു മാസം ഉണ്ടായിരുന്നു ഈ വേദന. തൊടുമ്പോ എല്ലാം വേദനയായിരുന്നു. അപ്പോഴും വേദനയായിരുന്നു. ഇന്നലെയും ഞാൻ തൊട്ട് നോക്കി പറയണമെന്ന് വിചാരിച്ചു നോക്കുമ്പോ പിന്നെയും തൊട്ട് നോക്കുമ്പോ വേദന ഉണ്ട്, ചെറുത് വേദന ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടുമില്ല, പൂർണ്ണമായി മാറി. ഓ കർത്താവേ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. ദൈവത്തിന് വലിയ നന്ദിയുണ്ട്. പിന്നെ ബ്രദർ, എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ. എന്റെ കസിൻ വല്യമ്മയുടെ മോനാണ് ഷാജി. ഷാജിയുടെ അപ്പന്റെ പേര് പൗലോസ്. നല്ല. അതായത് എത്ര പേര് ആലോചന കേട്ടായിരുന്നു? കേട്ടായിരുന്നു ബ്രദറെ, ഞങ്ങൾ കേട്ടു. ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ്, വേറൊന്നുമല്ല. സിസ്റ്റർ ഒന്നും കൂടെ പറഞ്ഞു, ഇത് വലിയ അത്ഭുതമാണ് സിസ്റ്റർ. അപ്പൊ സിസ്റ്റർ ഒരു മിനിറ്റ്, സിസ്റ്റർ കുറച്ച് ദിവസമായി
ഒരു സെക്കൻഡ് സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ആ വേദനയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് അത് മാറിയില്ല. പക്ഷെ ഇന്ന് കറുത്ത് പറഞ്ഞ പോലെ തന്നെ ഈ പൗലോസ് എന്ന് പറയുന്നത് പ്രിയ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത്, അല്ലെങ്കിൽ ആ ആലോചന കേട്ടപ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ മേലേക്ക് ഒരു സൗഖ്യവും കൂടെ വ്യാപരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ചില ആലോചനയും ചില സൗഖ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു ഡെലിവറൻസും കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. കർത്താവെ അങ്ങ് അത്ഭുതകരമായി തന്നെ സൗഖ്യമാക്കിയിരുന്ന. ഞാൻ ഒരു നിമിഷം ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ UK പുതിയൊരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പഴയ ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ആൾക്കാർക്ക് അനാവശ്യമായിട്ട് പല മെസ്സേജുകൾ, അത് നമ്മുടെ മിസ്റ്റേക്കല്ല, അത് പല സ്ഥലങ്ങളിലും ആ ഒരു വാട്സാപ്പ് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ പലർക്കും വന്നിട്ട്. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് ക്ലോസ് ചെയ്തായിരുന്നു. അപ്പോൾ ക്ലോസ് ചെയ്ത സമയത്ത് ഞാനത് ലെഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ പഴയ UK ഗ്രൂപ്പിൽ ഉള്ളവരുണ്ടെങ്കിൽ, പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ ഗ്രൂപ്പിലുള്ളവരെല്ലാം അതിൽ നിന്ന് റിമൂവ്, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്, അതിൽ നിന്ന് എല്ലാവരും റിമൂവ് ആകണം. ആ ഗ്രൂപ്പ് വർക്കിംഗ് അല്ല. ഇനി അതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും നമുക്ക് ഉത്തരവാദിത്വമില്ല. അതിൽ നിന്ന് എല്ലാവരും ലെഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നു. പഴയ UK ഗ്രൂപ്പാണ്. എനിക്കൊന്ന് 200, 300, 250 പേരെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ നിന്ന് എല്ലാവരും ലെഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ അത് റിമൂവ് ആകാം, തന്നെ ലെഫ്റ്റ് ആയാൽ മതി. നിങ്ങൾ തന്നെ ഓരോരുത്തർ ഇത് ലെഫ്റ്റാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ ഗ്രൂപ്പില്ല, അത് ഞാൻ ഓൾറെഡി അത് എൻ്റെ നിന്ന് റിമൂവ് ചെയ്തിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഓർപ്പിക്കുകയാണ്, അത് കളഞ്ഞേക്കണം എല്ലാവരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് എല്ലാവരും വീണ്ടും പ്രാർത്ഥിച്ച കർത്താവിൻ്റെ വലിയ സൗഖ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് സൗഖ്യങ്ങൾ ലഭിച്ചവർ പറയാനുള്ള അവസരമാണ്. പറഞ്ഞാട്ടെ. എനിക്കൊരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യം പറയാമോ? പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇറ്റലിയിലാണ് താമസിക്കുന്നത്, ജോലി ചെയ്യുന്നത്. എന്റെ മോൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാ. എന്റെ മോൾക്ക് ഇവിടെ പേപ്പർ നേരത്തെ ഉണ്ടായിരുന്നാണ്, അവള് വന്നു പോയിക്കൊണ്ടിരുന്ന. അപ്പം കോവിഡ് സമയത്ത് വരാതെ വന്ന് അത് ക്യാൻസൽ ആയി പോയായിരുന്നു. അത് കഴിഞ്ഞ് 18 വയസ്സിനോടകം ഇവിടെ പേപ്പർ വെക്കണം എന്നാ. ഞാൻ രണ്ടാമതും 18 വയസ്സിന് 1 മാസം മുമ്പ്, 1.5-2 മാസം മുമ്പ് ഞാൻ പേപ്പർ വെച്ചു. അവൾക്ക് അതിന്റെ അപ്പോയിന്റ്മെന്റ് വന്നു. പക്ഷെ എനിക്കത് അതിന്റെ മെസ്സേജ് കിട്ടാതെ വന്നു. അത് അങ്ങനെ അപ്പോയിന്റ്മെന്റിന് അറ്റൻഡ് ചെയ്യാതെ വന്നത് കൊണ്ട് ആ പേപ്പർ എനിക്ക് കിട്ടാതെ വന്നു. വീണ്ടും ഞാൻ അതിനുവേണ്ടി വീണ്ടും അപ്ലൈ ചെയ്ത് അങ്ങോട്ട് ലെറ്റർ വിട്ടുകൊണ്ടിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അവര് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന പേപ്പർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു ആ പേപ്പറൊക്കെ കൊടുക്കാൻ. 10 ദിവസത്തിനോടകം നിങ്ങൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്തു. പിന്നെ ഒരു അനക്കവും ഇല്ല. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ വന്നു. അനക്കമില്ലാതെ ഇരിക്കുമായിരുന്നു. 3.5 വർഷമായി ഇപ്പം. ഞാൻ അന്ന് മുതല് എനിക്ക് നേരത്തെ തൊട്ട് ഞാൻ ഇങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന വചനം എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് തടസ്സത്തിനുള്ള, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുന്നുള്ള വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇന്നലെ ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ എനിക്ക് എൻ്റെ കൊച്ചിന്റെ ആ പേപ്പർ കിട്ടുവാൻ വേണ്ടി ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ബ്രദറിന്റെ ഈ പ്രയറിൽ ജൂൺ മാസം മുതൽ കയറാൻ തുടങ്ങി. അന്നേരം തൊട്ട് ബ്രദറും ഈ വചനം വെച്ച് പറഞ്ഞു. അപ്പം ഏത് വചനം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ അതുപോലെ ബ്രദർ പറഞ്ഞായിരുന്നു, പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ. ഞാനും എൻ്റെ മോൾക്ക് വേണ്ടി ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലുള്ള ഡോക്യുമെന്റ് എല്ലാം ഞാൻ അതിനകത്താണ് വെച്ചിരിക്കുന്നത്. ആ ഫയൽ ഞാൻ അവളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ആ മനസ്സിൽ കണ്ടിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പിന്നെ ബ്രദർ പറഞ്ഞ മരിച്ചവനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനായ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ. എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പർ എനിക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഞാനത് മനസ്സിൽ കണ്ട് ഞാൻ ആ ഓഫീസിൽ ആയിരിക്കുന്ന അധികാരിയുടെ സ്ഥാനത്ത് ഞാൻ എൻ്റെ ഈശോയെ കണ്ട് ഈശോ എനിക്ക് ആ പേപ്പറിൽ ഒപ്പിട്ട് സൈൻ ചെയ്ത് സീല് കുത്തി എനിക്ക് ആ ക്യാബിനകത്തുനിന്ന് എൻ്റെ കയ്യിലേക്ക് തരുന്നതായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ബാലസിംഹത്തിനും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ വചനം വെച്ച് എന്നും ഞാൻ പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ 2-3 ആഴ്ച മുമ്പ് ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഓഗസ്റ്റ് 7 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നു.
അത് വസ്തുപരമായിട്ടുള്ള ഒരു ഇടപാടും പിന്നെ ഏറ്റവും ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ദൈവം ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് എൻ്റെ കൊച്ചിൻ്റെ പേപ്പറായിരുന്നു. അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് അവൾ 1 വർഷം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇവിടെ നേഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. 1 വർഷം അവൾക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അവളെ ഞാൻ ബാംഗ്ലൂർ വിട്ടിപ്പോൾ അവള് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് കയറാൻ പോവുകയാണ്. 1 വർഷം അവൾക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും ഞാനത് ആ പേപ്പർ 3.5 വർഷമായി ഇപ്പോഴും അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് 2 ആഴ്ച മുമ്പ് എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു. ഡിസംബർ 11 2:30 ഇവിടെ ഇറ്റലി സമയം 2:30 എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു. ഞാൻ ഇന്ന് പോയി അപ്പോയിന്റ്മെന്റ് ഒപ്പിട്ട് മേടിച്ച് ഞാൻ എന്റെ കയ്യിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. സിസ്റ്റർ ഒരു മിനിറ്റ് സിസ്റ്റർ, ഈ ഓഗസ്റ്റ് 7-നാണ് സിസ്റ്റർ കേൾക്കുന്നത്. ഞാൻ ഓഗസ്റ്റ് 7-ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. ഞാൻ ആ ആലോചന ഞാൻ പറയുകയും ചെയ്തായിരുന്നു, ഞാനത് ഏറ്റെടുത്തായിരുന്നു. അപ്പം അന്ന് തൊട്ട് എനിക്ക് കൂടുതൽ വിശ്വാസമായിരുന്നു. അതിന് 2-3 ദിവസത്തിന് ശേഷം എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നത്. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒരു കാര്യം ഇടയ്ക്ക് കയറുവാണ്, ശ്രദ്ധിച്ചോണേ സിസ്റ്റർ പറഞ്ഞ് ശ്രദ്ധിച്ചോണേ. ഞാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു വന്ന വചനമായിട്ട് വലിയ ബന്ധമാണ്. 3.5 വർഷമായിട്ട് ചലിക്കാത്ത വിഷയമായിരുന്നു, നടക്കാത്ത കാര്യമായിരുന്നു. സിസ്റ്റർ ഇത് പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞു, പക്ഷെ അത് മാറ്റി പിടിച്ചിട്ട് വചനം പറയാൻ തുടങ്ങി. ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട വചനം പറയാൻ തുടങ്ങി. പാസ്പോർട്ട് എടുത്ത് വെച്ച് വചനം ആ വിഷയത്തിന് വേണ്ടിയുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പ്രവചനാത്മാവിൽ ഓഗസ്റ്റ് 7 ജനിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു പറഞ്ഞത്. 2 വിഷയങ്ങൾ ഭാരമായിരിക്കുന്ന വിഷയങ്ങളെ തൊടുന്നെന്ന് പറയുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ അതിനുശേഷമല്ല സിസ്റ്റർ ഈ കാര്യം സംഭവിക്കുന്നത്. എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയത്. കണ്ട. അപ്പൊ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കൃപാവരത്തിലുള്ള. അപ്പൊ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? സിസ്റ്റർ ആ മകളുടെ ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്നത് 3.5 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ്. പക്ഷെ വചനം കൊണ്ട് ആ വിഷയത്തെ തുറന്നു. പരിശുദ്ധാത്മാവ് പ്രവചന വരത്തിലൂടെ ഉറപ്പിച്ചു തന്നു. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി തളർന്നു പോയിക്കൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, ഓഗസ്റ്റ് 7-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ കർത്താവ് 2 ഭാരമായിരിക്കുന്ന 2 വിഷയത്തിന്റെ മേൽ അതിൽ തൊടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് തുറന്നു. അപ്പൊ ദൈവം നമ്മളെ ഉറപ്പിച്ചു തന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയും 2 കൃപാവരത്തിലൂടെ ആ കർത്താവ് എന്ത് ചെയ്തു? അതിനെ ഉറപ്പിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അത്ഭുതവും കൈ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാ മടുത്തു പോകാതെ വിശ്വാസ പ്രഖ്യാപനം ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വചനം 3.5 വർഷമായിട്ട് അടഞ്ഞതിനെ തുറക്കുവാൻ. ഇനി ഏത് ഗവൺമെന്റ് പറഞ്ഞ പേപ്പർ ആയിക്കോട്ടെ, ഏത് വക്കീൽ പറഞ്ഞ പേപ്പർ ആയിക്കോട്ടെ, ഏത് കോടതി പറഞ്ഞ വാക്കായിക്കോട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നവൻ സകലത്തെയും തടസ്സങ്ങളെ ഇടിച്ചു നീക്കി പുതിയൊരു ഭാവിയെ നിർമ്മിച്ചെടുക്കുവാൻ കഴിയുന്നുള്ള സാക്ഷ്യമാണ് സിസ്റ്ററെ. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. ഇത്രയും വർഷം നീണ്ടു നിന്ന ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതാണ്. 18ാമത്തെ വയസ്സിൽ വെച്ചിട്ട് ഇപ്പം 21 വയസ്സായി. അവൾക്ക് 18 വയസ്സ് ഒരു ദിവസം പോലും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ്. അത് ചെയ്തിട്ട് ഇപ്പം 3.5 വർഷമായി. അത് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു, ഒരു മാറ്റം വരാ. തീർച്ചയായും ഒരു മിനിറ്റ് മ്യൂട്ടായിപ്പോ, ഒരു മിനിറ്റ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ 3.5 വർഷമായിട്ട് അത് പറഞ്ഞ പോലെ കിട്ടാൻ ഇനി ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഒരു ചാൻസും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തു വേണം? വചനം അങ്ങോട്ട് പറഞ്ഞു വേണം. ഒരു വഴിയില്ലെങ്കിലും അവിടെ വഴി തുറന്നു വരുത്തുവാൻ ശക്തിയുള്ള കർത്താവിൻ്റെ കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സിസ്റ്ററുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയായിത്തീരുന്ന പ്രവചന ആലോചന കേട്ടപ്പോഴേക്കും ഒന്നും കൂടെ ധൈര്യമായി. പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിൽ അതിൻ്റെ ഡെലിവറൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോ കേൾക്കുന്ന ആലോചനകളും ശ്രദ്ധിച്ചോണം. നിങ്ങളോട് ദൈവം സംസാരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിൽ കിടക്കുന്ന മെസ്സേജിൻ്റെ അകത്തൊക്കെയും കേൾക്കുന്നവരുണ്ട്. നിങ്ങളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 രീതിയിൽ കർത്താവ് ഇടപെടും. ഒന്ന് വചനത്തിലൂടെയും, 2 കൃപാവര ശുശ്രൂഷയിലൂടെയും. ഇതെല്ലാം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, അലങ്കോലമായിട്ടിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തോണം? ശ്രദ്ധിച്ചിരുന്നോണം. ഞാൻ എന്ന വ്യക്തിയെ ദൈവം ഇവിടെ ഇരുത്തിയിരിക്കുന്നേ ഉള്ളൂ. നിങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചല്ലോ, അതിന് മനസ്സ് കൊടുത്തതിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? എനിക്കൊരു സാക്ഷ്യം പറയാറുണ്ട്. പറഞ്ഞു. എല്ലാ ദിവസവും എനിക്ക് വചനം കേൾക്കാൻ പറ്റാറില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ താമസിച്ചു പോകും. പക്ഷെ ഇന്നലെ ബ്രദർ പറഞ്ഞപ്പോ ഞാൻ അത് കേട്ടായിരുന്നു, ഇന്നലത്തെ മെസ്സേജ്. അപ്പൊ അതിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത് ബ്രദർ പറഞ്ഞപ്പോ അത് ഞാൻ
എൻ്റെ മനസ്സിൽ എപ്പോഴും രാവിലെയും കിച്ചണിൽ നിന്നപ്പോഴൊക്കെ ഞാൻ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് ഞാൻ ഹസ്ബൻഡും കൂടെ ആക്റ്റീവയിലാണ്. ഞങ്ങൾ ഒരു യാത്ര പോവുകയായിരുന്നു, ഒരു വിഭാഗത്തിന് പോവുകയായിരുന്നു. ബൈപ്പാസിലൂടെ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് സംസാരിക്കുന്നത്. ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വാഹനം അങ്ങ് നിന്നുപോയി. ഒരു വല്ലാത്ത സൗണ്ട് കേൾക്കുകയും വണ്ടി നിന്നുപോയി. നിന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. കാരണം ബൈപ്പാസിലൂടെയാണ് പോകുന്നത്. അവിടെ ഒരു വർഷോപ്പോ ഒരു കടയോ ഒന്നും ഇല്ലാത്തൊരു ഇതല്ല. അപ്പോൾ ആരും സഹായിക്കാനും അപ്പോഴും കാണില്ല. ഞങ്ങൾ ഭാരപ്പെട്ടു. പക്ഷെ ഹസ്ബൻഡ് വണ്ടി ചവിട്ടി സിസ്റ്റർ ഓഡിയോ കട്ടായി പോയല്ലോ. സിസ്റ്ററെ കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബ്രദറെ ഞാൻ ഭജനം പറഞ്ഞ് വണ്ടിയിലിരുന്ന് പോവുകയായിരുന്നു. പെട്ടെന്നാണ് വണ്ടി അങ്ങ് നിന്ന് പോയത്. അങ്ങനെ 6 പ്രാവശ്യം വണ്ടി സ്റ്റാർട്ടാവും നിൽക്കും. അങ്ങനെ ഞങ്ങൾ ഭാരപ്പെട്ടു. ഞങ്ങൾക്ക് വിഭാഗത്തിന് എത്തുകയും വേണം. പക്ഷെ പെട്ടെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച്, ഞാൻ ഒരിക്കൽ സ്റ്റാർട്ട് ആയപ്പോ ഹസ്ബൻഡ് വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അതിന് തകർന്ന വചനം പറഞ്ഞു. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഇത് ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് പറഞ്ഞു. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഇനി വാഹനത്തിന് ഒരു കംപ്ലൈന്റും ഉണ്ടാവൂല, ഞങ്ങൾ സുഖമായിട്ട് യാത്ര ചെയ്യും, കർത്താവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. അത് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹസ്ബൻഡ് എന്നോട് എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പറയണ്ട, ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. വളരെ ദൂരം ഞങ്ങൾക്ക് യാത്ര ചെയ്യണമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായില്ല. ഞങ്ങൾ വിവാഹത്തിന് പോയി മടങ്ങി വരുവാനും ദൈവം കൃപ ചെയ്തു. വചനം കേട്ടപ്പോൾ ഉറപ്പായി ധൈര്യത്തോടെ ഞാൻ വചനം ആ സമയത്തുള്ള ആവശ്യത്തിനുള്ള വചനം പറഞ്ഞപ്പോഴാണ് അതിനൊരു വിടുതൽ കിട്ടിയത്. അതിനു മുമ്പൊക്കെ തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് നമ്മുടെ വാഹനമായിക്കോട്ടെ, നമ്മുടെ ജീവിതമായിക്കോട്ടെ, നമ്മുടെ ഏതുമായിക്കോട്ടെ, അതിനോട് വചനം പറഞ്ഞാൽ അത് അനുസരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ ആ വചനം അങ്ങോട്ട് പറഞ്ഞു. ഹസ്ബൻഡ് അതും ഇതും പറഞ്ഞുകൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അർത്ഥം ആ വചനത്തിന് നമ്മുടെ തടസ്സങ്ങളെ നീക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പകത്തോട്ട് വന്നാൽ ആ വചനം പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ലാതെ പോയി വരാൻ ഇടയായി തീർന്നു. അതിൻ്റെ കാരണം ആ വണ്ടിയുടെ കാരണമല്ല, നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ തടസ്സങ്ങളെ, എന്താണ് നിങ്ങളുടെ തടസ്സം, ആ തടസ്സത്തെ വചനത്തിന് നീക്കുവാൻ കഴിയും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അതിന് ചേരുന്ന വചനം പറയണം നിങ്ങൾ. അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വചനം പറയുമ്പോഴാണ് അവിടെ തടസ്സങ്ങൾ മാറുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എനിക്കിപ്പോഴും അറിയാം, ഇനിയും രോഗസൗഖ്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെക്ക് ചെയ്യണം. എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞ മുഴകൾ തന്നെ അപ്രതീക്ഷിതമായി പോയിക്കൊണ്ടിരിക്കുന്നു, അസ്ഥികളുടെ വേദനകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞോട്ടെ സിസ്റ്ററെ. ബ്രദറെ എന്റെ മോന് ചിക്കൻ ബോക്സിന്റെ ഇതാണ്. അപ്പൊ ഭയങ്കര കുത്തലും ചൊറിച്ചിലും നടുവിന് വേദനയെല്ലാം ഭയങ്കര കുത്തലാണ്, നെറ്റിക്ക് എല്ലാം. ഒന്ന് പ്രാർത്ഥിക്കണേ. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഇങ്ങനെ പറ, യേശു എൻ്റെ പ്രിയ മകൻ്റെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ രാത്രിയിൽ ഞങ്ങൾ വിടുതലിനെ കൽപ്പിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഇന്നലത്തെ മീറ്റിങ്ങിന് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരു സുരേഷ് എന്നൊരു പറയുന്ന ഒരാൾ വരും, അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകും എന്ന് ഇന്നലെ ബ്രദർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തു. അത് എൻ്റെ ജീവിതത്തിലാകട്ടെ എന്ന് ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഇന്നാണെങ്കിൽ പിന്നെ മോന് ഒരു ജോലിക്ക് കൊടുത്തിട്ടേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് HR വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ മോൻ ചെല്ലാനായിട്ട് ഇന്ന് HR വിളിച്ച് പറഞ്ഞു. അത്ഭുതം നടന്നു അല്ലേ? അത്ഭുതം നടന്നു. കുറേ നാളുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബ്രദറെ, കുറേ നാളുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, കിട്ടാതിരിക്കുവായിരുന്നു. ഇന്നലെ ബ്രദർ പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തു. വേറെ ആർക്കോ ആണ് പറഞ്ഞത്, പക്ഷെ ഞാനത് ഏറ്റെടുത്തു. അത് ദൈവം അത്ഭുതം ചെയ്തു.
ആമേൻ. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, കുറേ നാളെ തടസ്സമായി കിടന്നാണ്. അപ്പോൾ ഒരു പ്രവചന ആലോചനയൊക്കെ വേറെ ആൾക്ക് വേണ്ടി പറഞ്ഞാണ്. പക്ഷേ സഹോദരി അത് ചാടിപ്പിടിച്ചു. അത് പിറ്റേ ദിവസം തന്നെ, അതായത് ഇന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ ഇടയാത്തോളം തലമുറയുടെ വിഷയത്തിൽ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇന്ന് സാക്ഷ്യം പറയാൻ കാണിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു സ്നാനം ചെയ്യാത്ത ആൾക്ക് രോഗികളുടെ മേലെ കൈ വെക്കാൻ അവകാശമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ആർക്കും രോഗിയുടെ മേൽ കൈവെക്കാം. കാര്യം യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ സ്നാനം വരുന്നതിന് മുമ്പ്, അതായത് പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ പുനരുദ്ധാനത്തിന് മുമ്പ് തന്നെ കർത്താവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിന്റെ പറഞ്ഞിട്ട്, കർത്താവ് നിന്റെ നാമത്തിൽ ഒരുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഞങ്ങൾ അവനെ വിളിച്ചിട്ട് അവൻ വന്നില്ല. പക്ഷേ അപ്പോൾ യേശു പറഞ്ഞുണ്ട്, നിനക്ക് വിരോധമല്ലെങ്കിൽ പിന്നെ അവനെ എന്ത് ചെയ്യണം, നീ ഉപദ്രവിക്കണ്ട, അവൻ വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് പോലും, അതായത് യേശുക്രിസ്തുവിലുള്ള സ്നാനം വരുന്നതിന് മുമ്പ് പോലും കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. കേട്ടോ, അതിലൊരു കുഴപ്പമില്ല. സ്നാനം എന്നുള്ളത് സൗഖ്യത്തിൻ്റെ മാനദണ്ഡമല്ല. സ്നാനവും സൗഖ്യവുമായിട്ട് ബന്ധമില്ല. സ്നാനം രക്ഷയെ അംഗീകരിക്കും എന്ന വ്യക്തിയുടെ ഭൂമിയിൽ യേശുവിൽ ഞാൻ അംഗീകരിച്ചു എന്ന് വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കാര്യമാണ് സ്നാനം. അതും രക്ഷയായിട്ടോ അതും അത്ഭുതമായിട്ട് ബന്ധമില്ല. അത് നമ്മൾ ദൈവസന്നിധിയിൽ എന്നോട് തന്നെ ഞാൻ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ്, ഞാൻ യേശുവിനെ അനുഗമിച്ചിരിക്കുന്നുവെന്ന്. യേശു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ രാത്രി തൊട്ട് എനിക്കങ്ങ് ഭയങ്കര ശ്വാസം മുട്ടൽ, വയറങ്ങ് വീർത്ത് വരിക, വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കുന്നില്ല. അതുപോലെ ശ്വാസം മുട്ടൽ, എനിക്ക് കിടക്കാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരവസ്ഥയായിരിക്കുന്നു. എനിക്ക് ഭയങ്കര വയറങ്ങ് വീർത്ത് വരുന്നു. ഇപ്പോഴും ആ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോഴും ആ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കൈയോടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഇനി ആ മേലാൽ ആ വേദന വേണ്ട. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ്. യേശു ഏറ്റ മുറിവ് ഞങ്ങളുടെ സൗഖ്യമാണ്, ഞങ്ങളുടെ അത്ഭുതമാണ്. ഇപ്പോൾ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി ആ വേദന വേണ്ട, സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ദ ഹീലിംഗ് പവർ ഈസ് മൂവിങ്. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി ആ വേദന വരത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു അൾട്രാസൗണ്ട് പോന്നു, തൈറോയിഡിന്റെ റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. ബ്രദറിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ബ്രദർ പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. ആ റിസൾട്ട് അനുകൂലമാക്കി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ 4th സ്റ്റേജ് ക്യാൻസർ എന്ന് പറഞ്ഞ് ബ്രദർ പ്രാർത്ഥിച്ചതാ എനിക്ക് വേണ്ടി. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഉറപ്പായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്താണ് ഞാൻ ആ സിസ്റ്ററിൻ്റെ നമ്പർ കണ്ടത്. 2 നമ്പറിൽ ഒരു നമ്പർ വിളിച്ച് പഠിച്ചത് സിസ്റ്ററെ കിട്ടി. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വചനങ്ങൾ ഇട്ട് തന്നു. വലിയ ആശ്വാസമായി. വളരെ ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്ന സമയത്ത് എനിക്കത് കിട്ടിയത്. അതുപോലെ കഴിഞ്ഞ ദിവസം പുഷ്പ എന്ന് പറഞ്ഞ് ഒരു സിസ്റ്ററും എന്നെ വിളിച്ചു, ഒത്തിരി ധൈര്യപ്പെടുത്തി. എന്നെ ഭയം ഇങ്ങനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അസുഖമേ ഇല്ലെന്നുള്ള ഒരിതാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഇനി ഒരു സ്കാനിങ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വളരെയധികം എനിക്കിന്ന് വെള്ളം പ്രാർത്ഥിച്ചു തന്നു. 2 പേരും എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തി. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. അസുഖം ഉണ്ടെന്നൊരു ചിന്ത എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ. ഇന്ന് സിസ്റ്റർ ഇങ്ങനെ പറയണം. സിസ്റ്റർ ഇങ്ങനെ തന്നെ പറയണം. ഇന്ന് അജയ സിസ്റ്റർ ആയിക്കോട്ടെ, പുഷ്പ സഹോദരി ആയിക്കോട്ടെ, അവരെ വിളിച്ച് ബലപ്പെടുത്തി ഞാൻ നന്ദി പറയുന്നു. സിസ്റ്റർ പറഞ്ഞത് ഇപ്പോൾ ആ ഭയം വിട്ടുമാറി. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞോണം, എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതാണ്. അപ്പോൾ ചോദിക്കും ബൈബിളിൽ എവിടെയാ വാക്യമുണ്ട്? സാക്ഷാൽ അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു. പറയണം, എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതുകൊണ്ട് ക്യാൻസറെ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. ഞാൻ എല്ലായിടത്തും പോയിട്ട് പറയും യേശു ജീവിക്കുന്നു. എല്ലായിടത്തും പോയിട്ട് പറയും യേശു സൗഖ്യമാക്കി. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തോ, ഉറപ്പിച്ച് പറയണം, കർത്താവ് എൻ്റെ രോഗമെന്ന് പറയരുത്, ക്യാൻസർ എന്ന് തന്നെ പറയണം. എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ക്യാൻസർ മാറിയിരിക്കുന്നു. കർത്താവ് മുറിവേറ്റതുകൊണ്ട് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു തന്നെ പ്രഖ്യാപിച്ചു. അടുത്ത സ്കാനിങ്ങിൽ ഇന്ന് സഹോദരിമാർ ബലപ്പെടുത്തി വചനം അയച്ചു തന്നതുപോലെ വലിയൊരു സാക്ഷ്യം അവിടെ കാണാൻ വേണ്ടി പോവാണ്. ഏത് ക്യാൻസർ രോഗികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണം, രോഗം മാറണമേ 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 നല്ല പറയേണ്ടത്. ക്യാൻസർ യേശു വഹിച്ചു. എൻ്റെ ക്യാൻസർ യേശു വഹിച്ചു. യേശുവിൻ്റെ മുറിവിൽ എൻ്റെ ക്യാൻസർ സൗഖ്യമായിരിക്കുന്നു. ഞാൻ രോഗി
അല്ല, ദിവ്യ ആരോഗ്യമാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞോണം. അത് തന്നെ നിങ്ങൾ കാണും. നിങ്ങൾ ഇത് പ്രവചിക്കുമ്പോൾ, അത് വചനം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കിയിട്ട് പ്രവചിക്കുകയാണ്, അതുപോലെ തന്നെ സംഭവിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥനാ വിഷയം പറഞ്ഞോട്ടെ. സിസ്റ്ററെ പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ അയക്കണം സിസ്റ്ററെ കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരാൾ പ്രാർത്ഥന വിഷയം പറഞ്ഞ് ഇങ്ങനെ ഇപ്പം പറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കും, അതുകൊണ്ടാണ് സോറി. ഈ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് അയക്കുക കേട്ടോ, പ്രയർ റിക്വസ്റ്റ് അയക്കുക. പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. സാക്ഷ്യങ്ങൾ ഈ സമയത്ത് പറയണേ. നിങ്ങൾ ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് പറയാത്ത നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോ, അതുകൊണ്ടാണ്. ഒരാൾ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് അയച്ചു. ഒരു കുഞ്ഞിന് സാക്ഷ്യവും പറയാനായിട്ട് പറഞ്ഞു സിസ്റ്ററെ. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ കുഞ്ഞിന് വയറ്റിനകത്ത് 1 വയസ്സേ ഉള്ളൂ, വയറിനകത്ത് ഭയങ്കര അസ്വസ്ഥയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറഞ്ഞില്ല. ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ മോടെ പേര് പറഞ്ഞിട്ട് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. വയറിനകത്ത് എന്തോ ഗ്യാസ് ആണോ എന്തോ അതൊന്നും അറിയത്തില്ല. 1.5 വയസ്സേ ഉള്ളായിരുന്നു. കൊച്ചു കരയുമായിരുന്നു. മരുന്ന് ആമേൻ. പ്രിയസ്റ്റർ പറഞ്ഞ തന്നെ കൈവച്ചു പറഞ്ഞു, കോച്ചിൻ്റെ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നെന്ന് കൊച്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു അറിഞ്ഞപ്പോഴേക്കും കർത്താവിൻ്റെ കൃപയാൽ അത് സൗഖ്യമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സ്വന്തമായിട്ട് പറയണം, യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പറയണം, എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കിടപ്പ് രോഗിയാകത്തില്ല, ഞാൻ രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല, അനേക രോഗികളെ എന്നിലൂടെ സൗഖ്യമാകും, അനേക രാജ്യങ്ങളിൽ ഞാൻ പോയി യേശുവിൻ്റെ സാക്ഷിയാകും, എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, യേശു മുറിവേറ്റതുകൊണ്ട് എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, യേശു മുറിവേറ്റതുകൊണ്ട് എനിക്ക് ദീർഘായുസ് വന്നിരിക്കുന്നു എന്ന് പറയണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞോ ബ്രദറെ. ഞാനേ 2 മാസമായിട്ട് ഈ മെസ്സേജ് യൂട്യൂബിലായിരുന്നു കേട്ടോണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഈ ലിങ്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ കയറിയപ്പോഴത്തേക്ക് ഒരു ദിവസം ഇതുപോലെ എനിക്ക് ഭയങ്കര തലവേദനയായിട്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഈ സൂമിലോട്ട് കയറി ഇത് കേൾക്കാൻ തുടങ്ങിയതും എൻ്റെ ആ തലവേദന അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറി. സാധാരണ നോർമലി എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ വിക്സ് സ്മെല് ചെയ്യുക അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാലൊക്കെ പറ്റത്തുള്ളൂ. എൻ്റെ തല ഓപ്പൺ ചെയ്ത് സർജറി ചെയ്തായിരുന്നു കണ്ണിന് ട്യൂമറായിട്ട്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് മിക്കവാറും എനിക്ക് ആ ഭാഗങ്ങൾ തലവേദന എടുക്കും. പക്ഷെ എനിക്ക് ഈ മീറ്റിങ്ങിൽ കയറി അതങ്ങോട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് ആ തലവേദന അങ്ങ് പോയി. അതായത് ഇത് സാധാരണ തലവേദനയല്ല സിസ്റ്റർക്ക്, ട്യൂമർ ഓപ്പറേറ്റ് ചെയ്തതിന് നിമിത്തം ഉണ്ടായ തലവേദനയായിരുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഐബ്രോസിന്റെ അവിടുത്തെ അസ്ഥിയൊക്കെ ഇളക്കി സർജറി ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് മിക്കവാറും എനിക്ക് അവിടെയൊക്കെ വേദന വരാറുണ്ട്. സൈനസിന്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ അന്ന് ഈ മീറ്റിങ്ങിൽ കയറിയതും എനിക്ക് ആ വേദന അങ്ങ് പോയി. പിന്നീട് എനിക്ക് അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമില്ലാതെ പോകണം. അപ്പൊ ഏത് സമയവും ഞാൻ ഇത് കേൾക്കാറുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ഓരോ മീറ്റിങ്ങുകളും ഇങ്ങനെ മെസ്സേജുകൾ കേൾക്കാറുണ്ട്. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. സിസ്റ്റർ ഈ സാക്ഷി എനിക്ക് വോയിസ് റെക്കോർഡായിട്ട് അയക്കണേ. ഇല്ല സിസ്റ്ററോടല്ല. ഇപ്പം ഞാൻ ആ പേപ്പർ വർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പം പേപ്പർ ഇങ്ങനെ ടേബിളിൽ ഇരിക്കുന്ന ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഒരു സഹോദരി മെസ്സേജ് അയച്ചു. അത് എൻ്റെ വിഷയമാണ്, എൻ്റെ മേശപ്പുറത്തായിരിക്കുന്നത്. അപ്പം ഞാൻ ആ സഹോദരിക്ക് മെസ്സേജ് അയച്ചാണ്, വോയിസ് റെക്കോർഡ് അയക്കുവാണ് ഇപ്പം ഞങ്ങളെ കേൾപ്പിക്കാതെ. അപ്പോൾ സിസ്റ്റർ വലിയൊരു സാക്ഷ്യമാണ് നിങ്ങൾ പറഞ്ഞത്, നിസ്സാര കാര്യമല്ല. സിസ്റ്റർ പറഞ്ഞ പോലെ ഓപ്പൺ സർജറി ചെയ്തതാണ്, ഇതിൽ ട്യൂമർ എടുത്ത് കളഞ്ഞപ്പോൾ അത് നിമിത്തം ഉണ്ടായ തലവേദന മാറത്തില്ലായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പം അവിടെ സൗഖ്യം നടന്നു. അതിൻ്റെ അർത്ഥം ആ ഇളക്കിയോടുത്ത് നിമിത്തം ഉണ്ടായ തലവേദനയെ യേശു തൊട്ടു. സിസ്റ്ററെ അതിൻ്റെ അർത്ഥം കർത്താവ് തൊട്ടിരിക്കുന്നു. പിന്നെ വന്നിട്ടേ ഇല്ല, വേദന ബുദ്ധിമുട്ട് വന്നിട്ടേ ഇല്ല അല്ലേ? ഓ സ്തോത്രം. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ട് ഇനിയും തുടർച്ചയായിട്ട് വചനം കേൾക്കുക, വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ പേര് അനു എന്നാണ്. ഞാൻ യുകെയിലാണ്, പുതുതായിട്ട് വന്ന നഴ്സാണ്. അപ്പൊ ഞാനിവിടെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ വേണ്ടി വീട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ 2 വയസ്സുള്ള കുഞ്ഞായതുകൊണ്ട് വീടൊക്കെ കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പം ആദ്യം ഒരു വീട് പോയി നോക്കി, അത് പക്ഷെ കിട്ടിയില്ല, കുഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അന്ന് ഒത്തിരി സങ്കടപ്പെട്ടെങ്കിലും എല്ലാ ബന്ധുക്കളും എല്ലാരും
പ്രാർത്ഥനയൊക്കെ കൂടിയതിന്റെ ഫലമായിട്ട് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ അതിലും നല്ലൊരു വീട്, ഏറ്റവും ഭംഗിയുള്ള ഒരു വീട് തന്നെ എനിക്ക് കിട്ടി. ഇപ്പം ഹസ്ബൻഡും കുഞ്ഞും വരാൻ ഇന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു സന്തോഷമായിട്ടിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യു കെയിലുള്ളവർ ശ്രദ്ധിക്കുക, നമ്മൾ യു കെയിൽ ഒരു പ്രയർ ക്രമീകരിക്കുന്നുണ്ട്, ഓൾറെഡി നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിലേക്ക് പങ്കുചേരാൻ നമ്മളൊരു എക്സ്ട്രാ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യു കെ അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് നമുക്ക് ക്രമീകരിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഇപ്പോൾ ചിലർക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവർ മെസ്സേജ് അയക്കുന്നില്ല. എന്താ സംഭവം? നിങ്ങൾക്ക് മ്യൂട്ട് ചിലർക്ക് മാറ്റാൻ പറ്റുന്നവരുണ്ട്. ഹലോ, പറഞ്ഞു പറഞ്ഞു പറ. ആദ്യം കാലിന് ഭയങ്കര മുട്ടിന് വേദനയാണ്. 5-8 മാസമായിട്ട് കാലിൽ വേദന ഉണ്ടായിരുന്നതാണ്. അത് നല്ല ഇപ്പൊ ഇന്നലെ സൗഖ്യം ബ്രദർ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ തിരുമുറാൻ സൗഖ്യം വന്നിരിക്കുന്നു പ്രാർത്ഥിച്ച് അത് പെട്ടെന്ന് എൻ്റെ കാലിന്റെ വേദന മാറി. ഇപ്പൊ എനിക്ക് ഒട്ടും വേദനയില്ല. മുകളിലോട്ട് സ്റ്റെപ്പ് കയറുന്നതിനോ അങ്ങനെ ഒന്നും വേദനയില്ല. എത്ര നാളത്തെ ബുദ്ധിമുട്ടായിരുന്നു? ഒരു 5-8 മാസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന വേദനയായിരുന്നേ. മുട്ടിന് കണ്ടിന്യൂസ് വേദനയായിരുന്നു. കണ്ടിന്യൂസ് വേദനയായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റത്തില്ലായിരുന്നു. ബൈക്ക് ഓടിക്കുന്ന ഇപ്പൊ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ ബ്രദറിന്റെ വേദന പൂർണ്ണമായിട്ട് മാറി. മാറി. ഓ കർത്താവെ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കി. നന്ദി. ഗോഡ് ബ്ലെസ് യു ബ്രദർ. എന്ന് സാക്ഷ്യം പറയാൻ കാണിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു. ഭയങ്കര ഇപ്പൊ ഈ ഡിസംബർ 30 ജപ്തിയാണ്. ബ്രദർ അന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. വല്ലാത്ത വിഷമം. അത് കർത്താവ് അത്ഭുതമാക്കി മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പറഞ്ഞ കർത്താവ് എന്നെ തൊട്ടതിന്റെ സൈനാണ് ഈ മുട്ടുവേദന മാറിയത്. അതിൽ വെച്ചുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് ദൈവം ഈ വിഷയത്തിന്റെ മേൽ ഞാൻ അത്ഭുതം കാണും. ഇങ്ങനെ പറഞ്ഞ ജപ്തി എന്റെ നന്മ നഷ്ടപ്പെടത്തില്ല, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ. ആ സങ്കീർത്തനം ഏറ്റു പറഞ്ഞോണം. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ ജപ്തി നടക്കത്തില്ല കേട്ടോ. പുതുവഴി ദൈവം തുറക്കും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ഞാൻ യു കെ വിളിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഭാഷ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കയറി വരുമ്പം ഒരു ചെയർ ഇടുമ്പം നേരെ ടിവിയിലോട്ടാണ് ഇങ്ങനെ കാണുന്നത്. എൻ്റെ ഭിത്തിയുടെ പുറകില് മകനുണ്ട്. അതെൻ്റെ മകനാണ്. ഞാനന്ന് ഏറ്റെടുത്തായിരുന്നു. പക്ഷെ ഞാനത് സാക്ഷിയായിട്ട് പറഞ്ഞില്ല. കുഞ്ഞു ജോലിയില്ലാതെ ഭാര്യപ്പെടുമായിരുന്നു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, മോനെ നിന്നോട് ഒരു ദൂതുണ്ട്. ഭാഷ ഇങ്ങനെ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ അവന് ഒരു ജോലിയില്ല, ഇന്റർവ്യൂവിന് പോകാനും ആ ജോലി ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനും ദൈവം കൃപ ചെയ്തു. 2-3 പ്രാവശ്യം ഞാനിങ്ങനെ ദേവദാസിനോട് പറയണം എന്ന് ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമാണ്. എല്ലാ ദിവസവും തീർച്ചയായിട്ടും കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. പറഞ്ഞ തന്നെ മോന് ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു ആലോചന, വീടിൻ്റെ അകത്തുള്ള അടയാളത്തെ കർത്താവ് വെളിപ്പെടുത്തി ആ വ്യക്തിയെ കർത്താവ് തൊടുന്നു പറഞ്ഞു. അതിനുശേഷം ആ മകന് ജോലി തടസ്സമുണ്ടായിരുന്നു. കർത്താവ് അത് തുറക്കുവാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇന്ന് സാക്ഷ്യം പറയാൻ കാണിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു ബ്രദറെ. രണ്ടു ദിവസം മുന്നേ ബ്രദറിന് ഞാൻ ഒരു വാട്സപ്പില് പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അത് എനിക്കിപ്പോ എന്താന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊമോഷനായിട്ട് ഒരു 6 മാസം, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റില് 6 മാസം കഴിഞ്ഞാല് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 6 മാസം കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് ചേഞ്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് തരാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോ ഇതിലായിട്ട് 1 വർഷം 2 മാസം കഴിഞ്ഞു. എന്നിട്ട് അത് ചോദിച്ചപ്പോ ആദ്യം CEO സമ്മതിച്ചു, ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് തരാം, ഏതാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ചില ചരടുവേലികൾ നടന്നതിന്റെ പേരിൽ എനിക്ക് ട്രാൻസ്ഫർ, ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഇല്ലാന്ന് തന്നെയല്ല, 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാല് അത് ഒരു വാണിംഗ് ഇല്ലാണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നുള്ള പോലെയാണ് ഇപ്പോ വന്നിട്ടുള്ളത്. എന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല. എനിക്കതിനെ പറയാൻ ചെയ്യേണ്ട വചനം എനിക്കൊന്ന് പറഞ്ഞുതരാമോ? സിസ്റ്റർ, തീർച്ചയായിട്ടും എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കുന്നു എന്ന വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക.
എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കുന്നു. ഈ വാക്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. സിസ്റ്റർ അധ്വാനിക്കുന്ന ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവിടെ കർത്താവിൻ്റെ അത്ഭുതം അവിടെ കാണുക തന്നെ ചെയ്യും. ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ. 128 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യമാണ്. റീത്ത സൗര്യ വാക്യം ഇട്ടിട്ടുണ്ട്. 128 സങ്കീർത്തനത്തിൻ്റെ 2. എൻ്റെ അതും അപ്പോൾ ജോലി സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എതിർപ്പുകളുണ്ട്, നിങ്ങൾക്ക് അവിടെ ഉപദ്രവമുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിലോ എവിടെയെങ്കിലുമൊക്കെ വിഷയങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നു തോന്നിയാൽ ഉടനെ ഈ വാക്യം പറഞ്ഞോണം. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്ന് പറഞ്ഞോണം. ഒരു പൈസ പോലും പാഴായി പോകത്തില്ല, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് നന്മ പോകത്തില്ല. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് അത്ഭുതമാക്കി തീർക്കുക തന്നെ ചെയ്യും. ആമേൻ. തൽക്കാലം ഞാൻ നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. മുന്നോട്ട് തുടർമാനമായിട്ട് പിന്നെയും സാക്ഷ്യങ്ങൾ കേൾക്കാം. കർത്താവ് നമ്മളെ ഇത്രത്തോളം നടത്തിയല്ലോ. ഇത്രയും ക്ഷമയോടെ കൂട്ടായ്മയിൽ ഇരുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവർക്കും വേണ്ടി നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് പിന്നെയും ഒരുമിച്ച് കൂടാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച നമ്മൾ ചിലപ്പോഴാണെങ്കിൽ ഇന്നാളെ ചെയ്ത പോലെ തന്നെ കുറച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതിന് ചിലപ്പോൾ ശനിയാഴ്ച പ്രാർത്ഥന ഇച്ചിരി നേരത്തെ ആയിരിക്കും. ഈ പ്ലാനുകൾ മാറാൻ സാധ്യതകളുണ്ട്. എങ്കിലും കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ, വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ. ഇന്ന് എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. അപ്പോൾ ഫെബ്രുവരിയിൽ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനിന്ന് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ കർത്താവിൻ്റെ കൃപയാൽ അനേകർ അതിശയത്തോടെ വിതയ്ക്കുന്നു. വളരെ നന്മയാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ ദിവസങ്ങളിൽ വിതച്ചവരെ ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ, വിതയ്ക്കുന്നത് ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളിത് ഔദാര്യമായിട്ടല്ല, ഇത് പിരിവല്ല. കർത്താവ് എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ വിതയ്ക്കുന്നു. ഞാനിത് വിതയ്ക്കുമ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കപ്പെടുമ്പോൾ എൻ്റെയും എൻ്റെ തലമുറകൾക്കും ഇതൊരു അനുഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യാക്കോബ് പറഞ്ഞതുപോലെ ഞാൻ ഈ വചനം ചൊല്ലി ഇത് ചെയ്യുന്നത് കൊണ്ട്, ഇത് വിതയ്ക്കുന്നത് കൊണ്ട്, ഞാൻ വചനം വിതയ്ക്കുന്നത് പോലെ എൻ്റെ നന്മ വിതയ്ക്കുന്നത് കൊണ്ട് ഒരു പിശാചിനും ഒരു രോഗത്തിനോ എൻ്റെ നന്മ അപകരിക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു. വിതച്ചവർക്ക് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. ഇപ്പം തന്നെ എല്ലാവരെയും മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞോട്ടെ. ഞാൻ ലൈവ് ഇപ്പം സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് സൂമിൽ അവസാനിച്ചിട്ടില്ല. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കർത്താവ്